ഇസ്മായിൽ നബി അലൈഹിസ്സലാം, മഹദി ഹാജറ റളിയല്ലാഹു തആല അൻഹ, അവരുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഓർമ്മകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. അതായത് മുൻഗാമി ഓർക്കാതെ ഒരു മുസ്ലിമിന് മുസ്ലിം ആകാൻ പറ്റൂല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഹജ്ജ്. മുൻഗാമിയുടെ ജീവിത സംസ്കാരത്തെയും അവന്റെ ഓർമ്മകളെയും കൊണ്ടു നടക്കാതെ നിനക്ക് എങ്ങനെ ഹജ്ജ് ചെയ്തു പോരാൻ കഴിയും? അതിലൂടെ തവാഫ് ചെയ്യുമ്പോൾ ഓർക്കണം. അത് കഴിഞ്ഞ സഫാ മർവയിലൂടെയുള്ള യാത്ര. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, പരിശുദ്ധമായ സഫയിൽ, അതിനുശേഷം മർവയിൽ, പിന്നെ അങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട്, അങ്ങനെ ആ യാത്രയിൽ. അപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിക്കേണ്ട പണി എന്താ? ഹാജറ റളിയല്ലാഹു തആല അൻഹയെ ആ കുന്നുകളിലൂടെ ഓടിപ്പോയ ഒരു കറുത്ത പെണ്ണിന്റെ ഓർമ്മകളിലേക്കാണ്. തന്റെ പിഞ്ഞോമനെ ഊഷരമായ മരുക്കാട്ടിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇട്ടേച്ചു പോകുമ്പോ അങ്ങെന്താണ് ഈ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല ഹാജറ, എന്റെ റബ്ബിന്റെ തീരുമാനമാണ് ഞാൻ നടപ്പിലാക്കുന്നത് എന്ന് പറയുമ്പോ, അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കപ്പെടട്ടെ, അങ്ങ് തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞ സയ്യിദത്തുനാ ഹാജറ റളിയല്ലാഹു തആല അൻഹ ആ സ്തനകുംഭങ്ങളിൽ വറ്റിപ്പോയിട്ടുള്ള മുലപ്പാലുകളെ പീച്ചിയെടുത്തിട്ടും കിട്ടാതെ പോകുമ്പോ തന്റെ കുഞ്ഞിന്റെ ദാഹജലത്തിനു വേണ്ടി ആ കുന്നുകളിലൂടെ ഓടിയ ഒരു പെണ്ണിന്റെ ഓർമ്മ. ആ പെണ്ണോർമ്മയിലല്ലാതെ നിങ്ങൾക്ക് സഫാ മർവയിലൂടെ ഓടാൻ കഴിയില്ല. ആ സ്ത്രീയുടെ, ആ മഹിളാമണിയുടെ ജീവിതത്തിന്റെ ഓർമ്മകളിലൂടെ അല്ലാതെ, ആ ഉമ്മയുടെ മാതൃസ്നേഹത്തിന്റെ വലിപ്പത്തെ തിരിച്ചറിയാതെ നമുക്ക് സഫാ മർവയിലൂടെ കടന്നു പോകാൻ കഴിയില്ല. അപ്പൊ ഓർമ്മകൾ പ്രധാനമാണെന്ന് ഞാൻ പറയാൻ കാരണം അതെ. ഈ ഹജ്ജിന്റെ സകല കാര്യങ്ങളിലും വേണ്ടത് ഈ ഓർമ്മയാണ്. നമ്മുടെ യാത്രയുടെ ഓരോ സമയങ്ങളിലും അങ്ങനെ ഒരു തുടിപ്പുണ്ടാകണം. പടച്ചവനെ, ഞാൻ കാലത്തിന്റെ അപ്പുറത്തേക്ക് എന്റെ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ പിതാമഹന്റെ വിളിയാളം വിട്ടുപോകാൻ ആ ഓർമ്മ നിലനിൽക്കണം. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിയാളം അത് ഈ യാത്രയുടെ ഓരോ തുടിപ്പിലും ഉണ്ടാകണം. ഒരു തരത്തിലുള്ള ഒരു വീമ്പും പറയാൻ ഈ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ നിങ്ങൾ ഉപയോഗിക്കരുതേ. അള്ളാഹു നമ്മളെ ഏവരെയും കാക്കുമാറാകട്ടെ. അതായത് ഞാൻ ഹജ്ജിന് പോകാനെന്നത് ഒരു ഫാഷനായി കാണണ്ട. യാത്രയൊക്കെ പറയണം ആളുകളോട്, പ്രത്യേകിച്ചും സജ്ജനങ്ങളോട് പറയണം. സജ്ജനങ്ങളോട് ഉപദേശം ചോദിക്കണം. നമ്മൾ ആ കാര്യങ്ങളെ തീരുമാനിക്കണം. മുഷാവറ ചെയ്യണം. മുഷാവറ ചെയ്യുക എന്ന് പറയുന്നത് പോലും ഒരാൾ നന്നായി മുഷാവറ ചെയ്താൽ ആ കാര്യം പരാജയപ്പെടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ തന്നെ ഇസ്തിഖാറത്തിന്റെ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ ആ കാര്യത്തിൽ അയാൾക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരില്ല എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹജ്ജ് തീരുമാനിക്കുമ്പോൾ നമുക്ക് ഈ രണ്ടു കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് ഇസ്തിഖാറ ചെയ്യാം. ഇസ്തിഖാറ എല്ലാത്തിലും ചെയ്യാം. നല്ല കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കാം. ഇസ്തിഖാറത്തിന്റെ നിസ്കാരം നിസ്കരിക്കാം. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആർക്കാൻ, പടച്ചവനെ, ഞാൻ ഈ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഞാനൊരു തീരുമാനത്തിലേക്ക് പോകാൻ, ആ തീരുമാനം എനിക്ക് ഹൈറാക്കി തരണേ എന്ന് ദ്വാരങ്ങാൻ. എന്നാൽ അയാൾക്ക് ഒരിക്കൽ പോലും അതിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ ചെയ്യാം, ആളുകളെ അറിയിക്കാം. മാത്രമല്ല തന്റെ ബാധ്യതകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ ആരെങ്കിലുമായി എന്തെങ്കിലും ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ പരമാവധി നമ്മൾ ആ കാര്യത്തിലൊക്കെ പൊരുത്തപ്പെടാൻ വേണ്ടി ആളുകളോട് പറയണം. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൊടുക്കുന്ന ഹക്ക് ഇടപാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തികമായ വിനിമയങ്ങളൊക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. എന്തൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും അല്ലേ? ആ പറഞ്ഞു പോയത് തീർക്കാൻ വേണ്ടി നടക്കാന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ നാവിനെ സൂക്ഷിക്കലാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മൾ ആരെയോ കുറിച്ച് പറഞ്ഞു, ആ കാര്യം ഏറ്റെടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തയ്യാറാവില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ മദ്റൂമായിട്ടുള്ളത് ആരാണോ അയാൾ പൊരുത്തപ്പെടാതെ അല്ലാഹു പൊരുത്തപ്പെടില്ല. ഒരാൾക്കെതിരായി നമുക്ക് വേണമെങ്കിൽ മറ്റു പല എന്തു കാര്യം ചെയ്താലും അയാൾ ദുൽമ ചെയ്യപ്പെട്ടാൽ, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് പോലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന മുസ്തജാബത്താണ്. ദഅവത്തുൽ മദ്ലൂമി മുസ്തജാബത്തുൻ വലൗ കാന കാഫിറൻ. ദഅവത്തുൽ മദ്ലൂമി മുസ്തജാബ, മദ്ലൂമിന്റെ പ്രാർത്ഥന മുസ്തജാബത്താണ്. അത് എപ്പോഴും എല്ലാ കാലത്തും അത് ഉത്തരം കിട്ടപ്പെടുന്നതാണ്. വലൗകാന കാഫിറൻ, അയാൾ കാഫിറാണെങ്കിൽ പോലും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ വായിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി നമ്മൾ തന്നെ പ്രത്യേകം അറിയുന്ന ആളുകളോടൊക്കെ പറയുകയും അല്ലാത്ത ഇടപാടുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കുകയും ചെയ്തിട്ട് പോകണം. അതൊക്കെ തീർക്കണം. പക്ഷെ ഒറ്റ നിയ്യത്തുണ്ടാകണം. ഞാനിപ്പോ ഇതൊക്കെ പറയുന്നത് ഞാനൊരു ഹാജിയാണെന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു ബോധത്തിനാണെന്നെങ്ങാനും നമ്മുടെ മനസ്സിലുണ്ടാവരുത്. മറിച്ച് ഇതൊക്കെ പറയുന്നത് മുഅ്മിനീങ്ങളുടെ ദുആ കിട്ടാനാണ്. ഹജ്ജ് ചെയ്യാൻ പോകാൻ എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ദുആർക്കണം, അല്ലാഹുവേ സ്വീകാര്യമായ ഒരു ഹജ്ജ് കഴിഞ്ഞ് ആ മനുഷ്യൻ തിരിച്ചു വരാൻ, അല്ലെങ്കിൽ സ്വീകാര്യമായ ഒരു ഹജ്ജിന്റെ എല്ലാത്തരം പ്രതിഫലവും അയാൾക്ക് കിട്ടാൻ അല്ലാഹുവേ നീ അതിനെ തൗഫീഖ് ചെയ്യണമെന്ന് ദുആർക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യനോട് പറയുക എന്ന നിയ്യത്തായിരിക്കണം നമ്മൾ ഹജ്ജ് സംബന്ധമായിട്ട് ഒരാളോട് പറയുമ്പോൾ വേണ്ടത്. അല്ലെങ്കിൽ വരാൻ പോകുന്നത് വെറുതെ ഒരു തരം റിയാ ആണ്. അതുകൊണ്ടാണ് ഹജ്ജിന് പോകുന്നത് കൂടി പറയലാണല്ലോ. ചില സഹോദരന്മാർ അങ്ങനെ കൂടി പറയാറുണ്ട്, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഹജ്ജ് ചെയ്ത്. എന്താ അതിന്റെ അർത്ഥം? ഞങ്ങൾ കുറച്ച് സമ്പന്നരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് വലിയ വലിയ ആൾക്കാരാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, സഹോദരന്മാരെ നമ്മളെ കാക്കട്ടെ. അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അബദ്ധം ഈ ഹജ്ജ് എന്ന് പറയുന്ന വലിയ പ്രതിഫലത്തെ ഇല്ലാതാക്കലാണ്. അതുകൊണ്ട് അല്ലാത്ത രീതിയിൽ മുഅ്മിനീങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് വലിയ മഹാന്മാരായ സ്വാലിഹീങ്ങളായ മനുഷ്യരോടൊക്കെ ദുആ ചെയ്യിപ്പിച്ച് നമ്മൾ അങ്ങനെ ഹജ്ജിന് മനസ്സുകൊണ്ട് ഇപ്പോഴേ ഒരുങ്ങുകയും അതിനു വേണ്ട യാത്രയുടെ സമയമാകുമ്പോൾ അങ്ങനെ യാത്ര പുറപ്പെടുകയും. യാത്ര മിക്കവാറും ബഹുമാനായ അങ്ങനെ വലിയ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി പരിചയിച്ചിട്ടുള്ള ആളുകളോടൊപ്പമാണ് യാത്ര. അതാണ് ഞാൻ പറയാൻ കാരണം, അവിടെ നമുക്ക് അത്ര വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ അമലുകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അത് പറഞ്ഞു തരുന്ന ആളുകളോടൊപ്പമാണ് യാത്ര. പക്ഷെ അത് ഏത് ദിവസമായിരിക്കും എന്നൊന്നും അറിയില്ല. നമുക്ക് ചില നല്ല ദിവസങ്ങളൊക്കെ പറയാം, പക്ഷെ അതുകൊണ്ടല്ല അങ്ങനെ ഒരു പ്രത്യേക ദിവസം എന്ന് ഫ്ലൈറ്റിന്റെ ടൈം നോക്കിയായിരിക്കും നമ്മുടെ യാത്ര. പക്ഷെ ആ യാത്രക്കും ചില പ്രത്യേക സമയങ്ങൾ മാറ്റിവെച്ചാൽ ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോ 2 റക്അത്ത് നമസ്കരിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്ത് പുറത്തിറങ്ങാം. ചില പ്രത്യേക സമയം എന്ന് പറഞ്ഞാൽ സുബഹി കഴിഞ്ഞ ഉടനെ നമുക്ക് പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂല. അതായത് സൂര്യൻ ഉദിച്ചു ഒന്ന് ഉയർന്നു വരണം, അതുവരെയുള്ള സമയം. അപ്പോഴാണ് പിന്നെ ദുഹാ എന്ന നമസ്കാരത്തിന്റെ സമയമാണ്. ഇസ്രാഖ് എന്ന് ഉസ്താദോടെ സൂചിപ്പിച്ചല്ലോ, ഇസ്രാഖിന്റെയും ദുഹായുടെയും സമയം ഒന്ന് തന്നെയാണ്. ആ സമയം എത്തുന്ന വരെയുള്ള സമയത്തേക്ക് ഒരാൾക്ക് നമസ്കരിക്കാൻ പാടില്ല. അപ്പൊ ഒരാള് സുബഹി നമസ്കരിച്ച ഉടനെ ഇറങ്ങണമെങ്കിൽ പിന്നെ സുന്നത്ത് നിസ്കരിക്കേണ്ട, പിന്നെ യാത്രയുടെ സുന്നത്ത് നമസ്കാരം വേണ്ട. വളരെ കുറച്ചു സമയമുണ്ട്, പക്ഷെ എന്നാലും ആ ഒരു കുറഞ്ഞ സമയമുണ്ട്. 12 മണി എന്ന് ഞാൻ പറയില്ല, എന്താ വെച്ചാൽ അങ്ങനെ ഒരു പ്രത്യേക സമയം പറയാനാവില്ല. എന്നാലും ഉച്ച നേരം എന്ന് പറഞ്ഞാൽ, നട്ടുച്ച നേരം എന്ന് പറഞ്ഞാൽ സൂര്യൻ നേരെ തലക്ക് മുകളിൽ നിൽക്കുന്ന സമയം, അതാണ് ഇസ്തിവാഇന്റെ സമയം. അത് വളരെ കുറച്ചു സമയമുള്ളൂ കേട്ടോ, കുറഞ്ഞ നേരേ ഉള്ളൂ. ആ സമയത്ത് സുന്നത്ത് നമസ്കാരം പറ്റൂല. അസ്ർ നമസ്കാരത്തിന് ശേഷം മഗ്രിബ് നമസ്കാരം വരെയുള്ള സമയത്ത് ഈ സുന്നത്ത് നിസ്കാരം പറ്റില്ല. ചില സുന്നത്ത് നിസ്കാരത്തിന് അതിന്റെ കാരണങ്ങളുണ്ട്. അപ്പൊ ഇത്തരം സമയങ്ങൾ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ സുന്നത്ത് നമസ്കരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഞാനിതിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ യാത്രയുടെ സ്വഭാവം മാത്രം പറഞ്ഞു പോകാൻ, അതിന്റെ മുഴുവൻ ഫിഖ്ഹും പറയാനല്ല. നമ്മുടെ സാമാന്യ യാത്രയിൽ ഹജ്ജിന് പോകുന്ന ഒരാൾക്ക് കിട്ടേണ്ട ചില ഓർമ്മകളിലേക്ക് മാത്രം പോകാൻ. നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടവരായിരിക്കും. അവിടെ എല്ലാം ചെല്ലേണ്ട ഒരുപാട് സുന്നത്തായിട്ടുള്ള ദുആകളുണ്ട്. പക്ഷെ ഒറ്റ ദുആ ഞാൻ പറഞ്ഞുതരാം, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദുആയും മാറ്റി വെക്കണം എന്നല്ല കേട്ടോ, പക്ഷെ ഇതെങ്കിലും മനസ്സിലൊന്ന് കരുതാൻ വേണ്ടിയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ യാത്രക്ക് ഒരുങ്ങിയിട്ട് ആ യാത്രക്കായി അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വീടാണ് ഭൂമിയേക്കാൾ ശ്രേഷ്ഠം എന്നതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ഇടത്തെ കാലാണ് വെക്കേണ്ടത് കേട്ടോ. യാത്രക്കാണ് എന്നതുകൊണ്ട് കാര്യമില്ല. ഭൂമിയും വീടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ വീടാണ് കുറച്ചുകൂടി ഭേദം. അപ്പൊ നമ്മൾ പള്ളിയും ഭൂമിയും തമ്മിൽ താരതമ്യം ചെയ്യുന്ന പള്ളിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലത്തെ കാലല്ല ഇടത്തെ കാലാണ്. പക്ഷെ അങ്ങനെ ഇടത്തെ കാലാണോ ഹജ്ജിന് ആലോചിക്കേണ്ട, തൽക്കാലം അങ്ങനെ തന്നെ ഇറങ്ങിയിട്ട് ഒറ്റ കാര്യം എന്ന് പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒരുപാട് ദുആ ഉണ്ട്, ഞാൻ ആ ദുആയിലേക്കൊന്നും കടക്കല്ല, കാരണം അത് ഇവിടെ തീരുന്ന വിഷയമല്ല. പക്ഷെ ഇങ്ങനൊന്ന് മനസ്സിൽ ഇങ്ങനൊന്ന് കുറിച്ചിട്ടുള്ളൂ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് എല്ലാ യാത്രക്കും പറ്റിയതാട്ടോ, എല്ലാ യാത്രക്കും പറ്റിയത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
അത് മാത്രം മതിയെന്ന് ഞാൻ പറയാം. പക്ഷെ അതല്ലാത്ത ദുആകളുണ്ട്. പക്ഷെ ഈ ദുആയിലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇതാണ്, ഹുദീത വ കുഫീത എന്നാണ്. ഹുദീത, നിനക്ക് നിന്റെ യാത്രയുടെ എല്ലാത്തരം ശരിയായ റൂട്ടും അതുകൊണ്ട് ഉണ്ടാക്കപ്പെടും, ഹിദായത്ത് കിട്ടപ്പെടുന്ന. വ കുഫീത, മതിയാവും. എല്ലാ ദുആയിനേക്കാളും വലിയ വലിപ്പമുള്ള ഒരു ദുആ ആയി അത് മതിയാകും എന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ദുആകൾ, യഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അസില്ല ഔ ഉസല്ല എന്നൊക്കെ തുടങ്ങുന്ന ദുആകളുണ്ട്. പടച്ചവനെ, ഞാൻ കാവൽ തേടുകയാണ്, ഞാൻ വഴി പിഴച്ചു പോകാതിരിക്കാൻ. വഴിയിലും പിഴക്കാം, ജീവിതത്തിലും പിഴക്കാം, അങ്ങനത്തെ എല്ലാത്തിനെയും കുറിച്ചാണ്. എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാല് ഇടറിപ്പോകാതിരിക്കാൻ, ഞാൻ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഞാൻ ഒരു അക്രമിയായി മാറുകയോ ചെയ്യാതിരിക്കാൻ, അതൊക്കെ വേണ്ടിയതാണ്. പക്ഷെ എല്ലാത്തിലും മീതെ ഞാനിത് വളരെ കുറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇങ്ങനെ ഒന്ന് പറഞ്ഞാലില്ല എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്നറിയോ? ഈ യാത്രയിലാണ് സയ്യിദുന ആദം അലൈഹിസ്സലാമിനെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കുഴപ്പമുണ്ടാക്കി പുറത്തിറങ്ങിയ നമ്മുടെ എല്ലാവരുടെയും ശത്രുവായ സാക്ഷാൽ ഇബ്ലീസ് ശൈത്താൻ ഒറ്റ കാര്യം പറഞ്ഞത് എവിടെയാണ്? ഞാൻ ഇവർക്ക് വേണ്ടി ഞാൻ സിറാത്തുൽ മുസ്തഖീമിൽ കാത്തിരിക്കുന്നതാണ്. സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കും. അതിന്റെ തഫ്സീറുകളിൽ കാണാം, ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് മക്കയിലേക്കുള്ള യാത്രയാണ്, അതായത് ഹജ്ജിനുള്ള യാത്രയാണ്. പിഴപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സ്ഥലം ഹജ്ജിന്റെ യാത്രയാണ്. അതാലോചിച്ച് നോക്കണം. എന്ന് പരിശുദ്ധ ഖുർആൻ ശൈത്താൻ പറയുന്നത് ഉദ്ധരിച്ച് പറയാൻ പിശാച് പറഞ്ഞതാണ്, ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കും. എവിടെയാ കാത്തിരിക്കുന്നത്? സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ കാത്തിരിക്കും. ഏതാ സിറാത്തുൽ മുസ്തഖീം? ദ റോഡ് ടു മക്ക, മക്കയിലേക്കുള്ള വഴിയാണ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ മക്കയിലേക്കുള്ള യാത്രയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാത്തരം യാത്രകളിലും പിശാച് നമ്മളെ എവിടെയെങ്കിലും വെച്ചൊന്ന് കെണിയിൽ ചാടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും മനസ്സിലുണ്ടാവും. ഈ ദിക്ർ മനസ്സിലുണ്ടാവണം. എന്നാൽ നിന്റെ കാര്യം രക്ഷപ്പെടും. ആ യാത്രയിൽ എവിടെയും ഒരു തരത്തിലുള്ള കുഴപ്പമില്ലാതെ, ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ലാതെ അള്ളാഹു കാക്കാൻ ആവശ്യമായ ഒരു വലിയ ദിക്ർ, അള്ളാഹുവിന്റെ അർശ് ചുമക്കുന്ന മഹാന്മാരായ മലക്കുകളുടെ ദിക്ർ, ആ ദിക്ർ നമ്മൾ ചെല്ലാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് യാത്രയാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, യാത്ര എന്ന് പറയുന്നത് ഒരുപാട് വലിയ ആനുകൂല്യങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നതാണ്. ആനുകൂല്യങ്ങൾ ചിലതൊക്കെ നമ്മൾ സ്വീകരിക്കണം. എന്തുകൊണ്ടാണ്? ആനുകൂല്യം സ്വീകരിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് പോലും ചിലപ്പോ കിബ്റായി പോകും. നമുക്ക് റേഷൻ കടയിൽ പോയി റേഷനരി വാങ്ങണം എന്ന് പറയുന്നിടത്തെ അത് നമുക്കൊക്കെ മോശമല്ലേ എന്ന് ചിന്തിച്ചാൽ എന്തുണ്ടാവാം? അതൊരു കിബ്റല്ലേ? ഗവൺമെന്റ് ഔദാര്യപൂർവ്വം തരാൻ പോകുന്ന ഒരു കാര്യം എന്തിനാ നമ്മൾ നിഷേധിക്കുന്നത്? എന്ന പോലെ റബ്ബ് സുബ്ഹാനഹു വ തആല തരാൻ പോകുന്ന ചില റുഖസകൾ, അല്ലാഹു തരാൻ പോകുന്ന ചില ആനുകൂല്യങ്ങൾ എന്തിനാ നമ്മൾ നിഷേധിക്കുന്നത്? ചില ആനുകൂല്യങ്ങൾ നിഷേധിച്ചാൽ മഹാന്മാരായ സൂഫിയാക്കൾ, പണ്ഡിതന്മാർ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നാളെ മഹ്ശറയിൽ നിനക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യം പടച്ചു തരില്ല. അപ്പൊ എന്താ വേണ്ടത്? യാത്രക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ. യാത്ര എന്ന് പറയുന്നത് ഒരു 132 കിലോമീറ്ററിന്റെ മുകളിലായി കഴിഞ്ഞാൽ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖസ്ർ, അതായത് 4 റക്അത്ത് നമസ്കരിക്കേണ്ട നമസ്കാരങ്ങളൊക്കെ 2 റക്അത്ത് ആക്കാലോ. അപ്പൊ ചിലര് വാശിക്കേ അങ്ങനെ സംഭവില്ല, വളരെ സുഖമായിട്ടുള്ള യാത്രയല്ലേ, ആ സമയത്ത് എന്തിനാ ഇങ്ങനെ? ഇതിപ്പോ 132 ഒന്നല്ല, എത്രയോ കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടിയുള്ള യാത്രയാണ്. ആ സമയത്തും നമ്മൾ ഇതൊക്കെ ചില അനുഭവങ്ങളിൽ നിന്ന് പറയാട്ടോ. ചില ആളുകളൊക്കെ അപ്പോഴും പറയും, എന്തിനിപ്പോ 4 റക്അത്ത് ചുരുക്കിയിട്ട് 2 റക്അത്ത് ആക്കുന്നത്? ഇത് പടച്ച റബ്ബ് നമുക്ക് തന്ന ആനുകൂല്യാണ്. അവിടെ ആ സംഘം ഈ 4 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി ജംആക്കി ചെയ്യാൻ തീരുമാനിക്കാതെ പോയ ഒരു മനുഷ്യന് വേണ്ടി ആ സംഘം മുഴുവൻ ബുദ്ധിമുട്ടേണ്ടി വരും.
അപ്പൊ എന്ത് വേണം? നമ്മൾ 4 റക്അത്തുള്ളത് 2 റക്അത്ത് ആക്കണം. 2 റക്അത്തുള്ളത് 2 റക്അത്ത് പിന്നെ ഒന്നാക്കരുത്. 3 റക്അത്തുള്ളതും നമുക്ക് എന്താക്കാൻ പറ്റൂല? 2 ആക്കാൻ പറ്റൂല. അപ്പൊ എന്താ 4 റക്അത്തുള്ളത് എന്താക്കാം? 2 ആക്കാം. അതേ പറ്റൂ. 4 റക്അത്തുള്ളത് നമുക്ക് 2 ആക്കാം. 4 റക്അത്തുള്ളത് 2 ആക്കുമ്പോൾ അതിനെന്താ പേര് പറയാ? ഖസ്റാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. ളുഹർ എന്ന ഫർദ് നമസ്കാരം 2 റക്അത്ത് ഞാൻ നമസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്യാം. അസ്ർ എന്ന് പറയുന്ന ഫർദ് നമസ്കാരം 2 റക്അത്ത് നമസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്യാം. ഇശാ എന്ന ഫർദ് നമസ്കാരം 2 റക്അത്ത് നമസ്കരിക്കുന്നു നമുക്ക് നിയ്യത്ത് ചെയ്യാം. മഗ്രിബ് എന്ന ഫർദ് നമസ്കാരം 2 റക്അത്ത് നമസ്കരിക്കുന്നു നമുക്ക് നിയ്യത്ത് ചെയ്യാൻ പാടില്ല. സുബഹി എന്ന നമസ്കാരം 1 റക്അത്ത് നമസ്കരിക്കുള്ളൂ എന്നും പറയാൻ പാടില്ല. അപ്പൊ എന്തായി? 4 ചുരുക്കാവൂ എന്നർത്ഥം. 4 ചുരുക്കാൻ പാടും. എന്നാൽ ചില ജോഡികളാണ് ചേർത്തും പറയാൻ പറ്റും. ഏതൊക്കെയാണ് ആ ജോഡികൾ? ളുഹറും അസ്റും ജോഡിയാണ്, മഗ്രിബും ഇശാവും ജോഡിയാണ്. അസ്റും മഗ്രിബും ജോഡിയല്ല, ഇശാവും സുബഹിയും ജോഡിയല്ല. അപ്പൊ ഏതൊക്കെയാ ജോഡി? ളുഹറും അസ്റും ജോഡിയാണ്, മഗ്രിബും ഇശാവും ജോഡിയാണ്. അപ്പൊ ഈ ജോഡികളായ നമസ്കാരങ്ങൾക്ക് ഒരു പ്രത്യേകത എന്താണ്? അവ തമ്മിൽ പരസ്പരം ചിലപ്പോൾ ചേർക്കാം. അത് ഒന്നുകിൽ ളുഹറിലേക്കും ചേർക്കാം, അതുപോലെ തന്നെ അസ്റിലേക്കും ചേർക്കാം, മഗ്രിബിലേക്ക് ചേർക്കാം, അതുപോലെ തന്നെ ഇശായിലേക്കും ചേർക്കാം. ഇത് നമ്മുടെ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യാട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം. ചില സന്ദർഭങ്ങളിൽ അത് അറഫയിൽ ചെന്ന് നിൽക്കുമ്പോഴും അങ്ങനെ കിട്ടാം, മിനയിൽ ചെല്ലുമ്പോഴും അത് കിട്ടാം. അത് യാത്രയുടെ ഓരോ ശൈലി അനുസരിച്ചാണ്. മക്കയിൽ തന്നെയാണ് അയാൾ താമസിച്ചതും 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഉദാഹരണത്തിന്, എന്നാൽ അയാൾ അങ്ങനെ തന്നെയാണ് ഹജ്ജിന് വന്നിട്ടുള്ളതെങ്കിൽ അവിടെ ഈ യാത്രാനുകൂല്യം അതോടുകൂടെ പോയിട്ടുണ്ട്. അതേസമയം മദീനയിൽ നിന്ന് വരാൻ 2 രീതിയിലാകാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. മദീനയിൽ നിന്നാണ് ഒരാൾ ഇഹ്റാം ചെയ്ത് വരുന്നത്. എന്നാൽ മദീനയിൽ നിന്ന് വന്നിട്ട് ഈ സമയം മിനയിൽ നിൽക്കുമ്പോ, അറഫയിൽ നിൽക്കുമ്പോ നമുക്ക് ഇവിടെയൊക്കെ ജമ്മാക്കി നമസ്കരിക്കാം. ചിലപ്പോ നമുക്ക് തന്നെ തോന്നിയേക്കാം അയ്യാമു തശ്രീഖിന്റെ സമയത്ത് ചില സഹോദരന്മാരൊക്കെ ചോദിക്കാറുണ്ട്, ഈ യാത്രയുടെ ആനുകൂല്യം കിട്ടുന്നവർ കിട്ടാത്തവരെ ചെയ്യരുത്. ഏതെങ്കിലും മദ്ഹബിന്റെ അല്ലെങ്കിൽ വേറെ ആരുടെയൊക്കെയോ തോന്നിയാസ അഭിപ്രായങ്ങളുടെ പിന്നാലെ പോകണ്ട. നാം ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യുന്നത്, ഉസ്താദുമാർ പറഞ്ഞു തരുന്നതും അതനുസരിച്ച് ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു യാത്രാനുകൂല്യം നമുക്ക് ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ അയ്യാമു തശ്രീഖില് നമ്മളിപ്പോ വളരെ വിശ്രമിക്കുന്ന ഒരു സമയമാണ്, വെടി പറയാനുള്ള സമയമാണെന്ന് ചില ആൾക്കാർ പറയണ്ട. അങ്ങനെയല്ല, ദിക്ർ ചെല്ലാനും ഖത്മ് ഓതാനും അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ ദുആ ചെയ്ത് പടച്ചവനെ ഞാൻ ഈ ചെയ്തതൊക്കെ ഒന്ന് സ്വീകരിക്കണേ അള്ളാഹ് ദുആർക്കാനുള്ള സമയമാട്ടോ അയ്യാമു തശ്രീഖ്. മിനയിൽ പാർക്കുന്ന സമയം. അപ്പൊ മിനയിൽ പാർക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആനുകൂല്യമുള്ള ആളുകൾക്ക് ളുഹർ അസ്റും കൂടി അവിടെ തന്നെ ജമാഅത്തായിട്ട് നമസ്കരിച്ച് കുറച്ചേരൊക്കെ വിശ്രമിക്കാൻ കിടക്കാം. അപ്പൊ ചില സഹോദരന്മാർ ചോദിക്കും, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ളുഹറും അസ്റും നമ്മളിവിടെ ഇല്ലേ, പിന്നെന്തിനാ? പക്ഷെ യാത്രയുടെ ഒരു ആനുകൂല്യമുണ്ട്. അതാണ് ഞാൻ പറയാൻ കാരണം. യാത്രക്ക് കിട്ടേണ്ട ഇത്തരം ഒരു ആനുകൂല്യം നമ്മളൊന്ന് നിഷേധിച്ചാൽ നാളെ പടച്ച റബ്ബ് എന്ത് ചെയ്യും? നമുക്ക് ചില ആനുകൂല്യങ്ങൾ നാളെ തരാനുള്ളത് അള്ളാഹു ചോദിക്കും, നിനക്ക് അന്ന് തന്നതൊക്കെ വെട്ടാനല്ല നീ തീരുമാനിച്ചത്, എന്നാ പിന്നെ ഇതും കൂടി ഞാൻ തരാതിരിക്കും എന്ന് പറയുമെന്ന് മഹാന്മാരായ സൂഫി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. എന്തിനും പേടിക്കണമല്ലോ, എന്തിനും നമ്മൾ പേടിക്കണമല്ലോ. അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ പേടിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, യാത്രക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം വളരെ കൃത്യമായി അള്ളാഹു തന്നതാണ്, ദീൻ തന്നതാണ്, ഖുർആൻ തന്നെ നെസ്സാക്കി പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് നമുക്കത് ചെയ്യാം. അപ്പൊ ഒരാൾക്ക് ളുഹറിന്റെ സമയത്ത് അയാളുടെ യാത്ര തുടങ്ങാൻ പോവാണ്, ളുഹറും അസ്റും കൂടി നിസ്കരിച്ചാണ് പോവുക. അപ്പൊ ഫ്ലൈറ്റിന് എയർപോർട്ടിൽ ചെന്ന് നിൽക്കാൻ, അവിടെ ചെന്ന് നിൽക്കുമ്പോ അമീർമാരൊക്കെ പറയാണ്, നിങ്ങൾ കാര്യം ചെയ്തോളൂ, ഈ പറയപ്പെടുന്ന വിധം നിങ്ങൾ ജമ്മാക്കി നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഒന്നും വിചാരിക്കേണ്ട, 2 റക്അത്ത് ളുഹറും പിന്നെ 2 റക്അത്ത് അസ്റും നമസ്കരിക്കാം. 2 റക്അത്ത് ളുഹർ നമസ്കരിക്കുമ്പോൾ ഇങ്ങനെ ഒരു നിബന്ധനയുണ്ട്. 2 റക്അത്ത് ളുഹർ എന്ന ഫർദ് നമസ്കാരം ഇമാം ഉണ്ടെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിയത്ത് ചെയ്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തുകൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിച്ചാൽ, ആ നമസ്കാരത്തിന്റെ സലാം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയും കൂടി മനസ്സിലൊന്ന് കരുതണം. പറയരുത്, നാവ് കൊണ്ട് പറയുന്നു വേണ്ട, മനസ്സിലൊന്ന് കരുതിയാൽ മതി. നിങ്ങൾ ഉറങ്ങണം വേണ്ടേ? ക്ലാസ് നിർത്തണം. ഇങ്ങനെ ഒന്ന് കരുതിയാൽ മതി. അതായത് ളുഹർ എന്ന ഫർള് പിന്നെ അസ്ർ എന്ന ഫർള് നമസ്കാരം ഞാൻ മുന്തിച്ച് ളുഹറിനോട് കൂടെ ജംആക്കി കരുതി നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി. അങ്ങനെ ജംഇനെ കരുതലാണ്. ആ ഒന്നാമത്തെ ളുഹർ നമസ്കാരത്തിന്റെ സലാം കിട്ടിയാൽ പിന്നെ അവിടെ ഒട്ടും താമസിക്കരുത്. ഒറ്റ ഇഖാമത്തിനാണ് ആ സമയമുള്ളൂ. അവിടെ നമ്മളൊന്ന് കഥയൊക്കെ പറഞ്ഞ് തൽക്കാലം കുറെ സമയം എടുക്കാന്ന് വെച്ചാൽ ഇല്ല.
ഒട്ടും സമയമില്ല. ഇഖാമത്ത് കൊടുക്കുക, അത് കഴിഞ്ഞാൽ ഇമാം ഉണ്ടെങ്കിൽ ഇമാമ് അല്ലാഹു അക്ബർ, മഅ്മൂമിങ്ങളും അല്ലാഹു അക്ബർ, അതിനുള്ള സമയമുണ്ട്. അപ്പൊ അവിടെ അസ്ർ എന്ന് പറയുന്ന ഫർള് നിസ്കാരത്തെ 2 റക്അത്ത് ഇമാമോട് കൂടെ ഞാൻ നമസ്കരിക്കുന്നു എന്നും നിയ്യത്ത് ചെയ്യാം. പിന്നെ അവിടെ ജംഇനെ കരുതേണ്ടതില്ല, കാരണം ജംഅ് ളുഹറിൽ നമ്മൾ കരുതിപ്പോയി. പിന്തിച്ച് നമസ്കരിക്കുകയാണെങ്കിലുള്ള രീതി. ഇനി പിന്തിച്ച് നമസ്കരിക്കുകയാണെങ്കിലോ, ഇപ്പൊ നമുക്ക് പറയാം, യാത്രയുടെ ഒരു സമയത്ത് വെച്ച് അമീർ പറയാണ്, നമുക്ക് ഇൻഷാ അല്ലാഹ് ളുഹർ നമുക്ക് അസ്റിലേക്ക് പിന്തിപ്പിച്ച് നിസ്കരിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ ആരും വാശി പിടിക്കരുത്, കാരണം അത് യാത്രക്കാരനെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോ ആ ളുഹർ നമസ്കാരം അവസാനിക്കുന്നതിന്റെ മുമ്പായി എന്ന് പറഞ്ഞാൽ അതിന്റെ വഖത്ത് അവസാനിക്കുന്നതിന് മുമ്പായി, ഉദാഹരണത്തിന് ഒരു 3:30-നാണ് ളുഹർ നമസ്കാരത്തിന്റെ സമയം അവസാനിപ്പിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് അന്നത്തെ ദിവസത്തിന്റെ സമയമെങ്കിൽ, അതിന്റെ ഒരു നമസ്കരിക്കാനുള്ള ഒരു സമയത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ 5 മിനിറ്റ് കണക്കാക്കാം. അങ്ങനെയാണ് ഒരു 3:10-നോ 3:20-നോ എങ്കിലും ഒരാൾ എന്ത് ചെയ്യണം? അയാൾ ഇങ്ങനെ ജംഇനെ കരുതണം. ഈ ളുഹർ നമസ്കാരത്തെ പിന്തിപ്പിച്ച് അസറിലേക്ക് പിന്തിപ്പിച്ച് ജമാക്കി ഞാൻ നമസ്കരിക്കും എന്നും ചെയ്യണം, കരുതണം. എന്നും കരുതൽ അങ്ങനെ അനിവാര്യാട്ടോ. നാം ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, സാന്ദർഭികമായി പറയാണ്, ഇപ്പൊ ളുഹറിന്റെ സമയം ഇപ്പോ ആകുന്ന നേരം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് വിളിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കാൻ, അപ്പോഴും അസ്മു വേണമെന്നാണ്. എന്താണ് അസ്മു? ഞാൻ ളുഹർ നിസ്കരിക്കും ഇൻഷാ അല്ലാഹ്. എപ്പോ? ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ട് നിസ്കരിക്കും എന്ന് കരുതൽ വരെ നിർബന്ധമാക്കിയതാണ് ഈ കർമ്മശാസ്ത്രം. അത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ഈ ജമ്മിനെ പറയുമ്പോൾ ജമ്മിൽ മാത്രമല്ല നിർബന്ധം വേണ്ടത്, നമുക്ക് 1 മണിക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ സമയത്തേക്ക് കൂടി നമ്മൾ അങ്ങനെ ഒരു കരുതൽ ഉണ്ടാക്കണം എന്നാണ്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, ഇത് യാത്രയുടെ വളരെ അനിവാര്യമായ ഒരു മസലയായി നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് ജോഡികളായി നിൽക്കുന്ന നമസ്കാരങ്ങളെ കൂട്ടി യോജിപ്പിക്കാം. ഏതൊക്കെയാണ് ജോഡി? ളുഹറും അസ്റും മഗ്രിബും ഇശാവും. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, ഇങ്ങനെ ജോഡികളെ കൂട്ടി യോജിപ്പിക്കാം. 4 റക്അത്തുള്ള നമസ്കാരം മാത്രമേ ചുരുക്കാൻ പാടുള്ളൂ. പലർക്കും സംശയമുള്ളതാണ്, അങ്ങനെ ഇതുകൂടി ചുരുക്കിക്കൂടെ എന്ന മഗ്രിബൊന്നും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ല, മഗ്രിബ് ചുരുക്കാൻ പറ്റില്ല, 4 റക്അത്തുള്ളത് ചുരുക്കാം. നമ്മൾ യാത്ര പോവുകയാണ്, ഒരുപക്ഷെ മിക്കവാറും ഇവിടുന്ന് പോകുന്ന ആളുകൾ ഇഹ്റാം ചെയ്യുന്നത് ഉംറക്കായിരിക്കാനാണ് സാധ്യത. ഞാൻ ഈ സാധ്യത പറയുന്നത്, ഓരോ സമയത്തും മാറാം യാത്രയുടെ ശൈലി. ചിലപ്പോൾ മദീനയിലേക്കാവാം, മദീനയിലേക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് പോകുമ്പോ ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ടാണ് പോകാനുള്ള സാധ്യത. ഈ ഇഹ്റാമിന്റെ ശൈലിക്ക് സാധാരണ പറയാറുള്ളത് ഇത് തമത്തുഇന്റെ ഇഹ്റാം എന്നാണ് പറയാം. എന്ന് പറഞ്ഞാൽ അതേ മാസത്തിൽ തന്നെ, അതേ വർഷത്തിൽ തന്നെ നമ്മൾ ഈ ഉംറയും അതിനുശേഷം ഹജ്ജും ചെയ്യാൻ പോകാൻ. അതുകൊണ്ട് അങ്ങനെ ഹജ്ജും ഉംറയും അതേ മാസം ചെയ്യുന്ന, അങ്ങനെ ഒരു കാലയളവിൽ തന്നെ ചെയ്യുന്ന ആ രീതിയിൽ വരുന്ന ഒരു ഇഹ്റാമാണ് തമത്തുഇന്റെ ഇഹ്റാം. അതുകൊണ്ട് നമ്മൾ മിക്കവാറും ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നു. ഇഹ്റാം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം, ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാത്തരം സുഖ സൗഭാഗ്യങ്ങളുടെയും ഒരു കാലത്തെ തൽക്കാലം അവിടെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത പോലെ നിൽക്കുക എന്നതാണ്. തന്റെ പ്രിയതമയെ ചേർത്ത് പിടിച്ചിരുന്ന സമയം ഇതാ ഇനി ഇഹ്റാമിലൂടെ നമുക്ക് തൽക്കാലം നിരോധിതമാവുകയാണ്. നമ്മൾ അതുവരെ ഇട്ടിരുന്ന നല്ല വസ്ത്രം, നല്ല മനോഹരമായിട്ടുള്ള തുന്നിക്കെട്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ടിരുന്നത് തൽക്കാലം അത് മാറ്റിവെക്കുകയാണ്. അങ്ങനെ തലമറച്ച് നന്നായി അങ്ങനെയെല്ലാം ചെയ്തിരുന്നത് തൽക്കാലം അത് മാറ്റിവെക്കുകയാണ്. സുഗന്ധം, നല്ല സുഗന്ധം ഉപയോഗിച്ചിരുന്നവർ തൽക്കാലം സുഗന്ധം ഉപയോഗിക്കാതിരിക്കുകയാണ്. അങ്ങനെ എല്ലാം അത് മാറ്റിവെക്കുന്നു എന്നുകൊണ്ടാണ് ഇഹ്റാം എന്ന് പറയുന്നത്. ഇഹ്റാം എല്ലാം അവിടെ ഹറാമാക്കണം. അങ്ങനെ ഹറാമാക്കുന്ന വിധമുള്ള ഒരു പരിപാടി ചെയ്യാൻ പോവാൻ അതിനു മുമ്പൊന്ന് ഒരുങ്ങണം. നിർദ്ദേശപ്രകാരം നമ്മൾ അങ്ങനെ ഒരുങ്ങാറുണ്ട്. കാരണം നമ്മൾ ഒറ്റക്ക് പോകുന്ന ആൾക്കാരല്ല. നമ്മൾ യലമിലോ അല്ലെങ്കിൽ ഇന്ന മീഖാത്തിലോ ചെന്ന് അവിടെ നിന്ന് ഞാൻ അങ്ങനെ ഇഹ്റാം ചെയ്തോളാം എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എയർപോർട്ടിൽ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ നമ്മൾ 2 വസ്ത്രമാണ് പുരുഷന്മാർ ഉടുക്കാൻ പോകുന്നത്. 2 സുബ്ഹാനല്ലാഹ്. കഫന് 3 തുണിയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് 2 ഉള്ളൂ. കഫനെ ഓർക്കാൻ പറ്റുന്ന വിധം ആ രീതിയിൽ നമ്മൾ വളരെ ലളിതമായ 2 വസ്ത്രം ധരിക്കാൻ പോകാൻ. ആ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗത്തും മറ്റൊരു വസ്ത്രം ഇല്ല. ചില ആൾക്കാർ തമാശക്ക് പറയാറുണ്ട്, അതെങ്കിലും അവസാനം ഇന്നർ വെയർ എങ്കിലും ഒന്ന് ഒഴിവാക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ ഒഴിവാക്കാതെ നന്നായിരുന്നു എന്ന് മാത്രമല്ല, ചില സഹോദരന്മാർ
ഒളിച്ചും പാത്തും അങ്ങനെ ചില പരിപാടികളൊക്കെ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അത് ഫിദിയ കൊടുക്കേണ്ടി വരുന്നൊരു പരിപാടിയായി മാറും. അതുകൊണ്ട് ഒന്നുമില്ല, ശരീരത്തിലാകപ്പാടെ 2 വസ്ത്രം മാത്രമേ ഉള്ളൂ. തല മറക്കാനേ പാടില്ല. സാധാരണ പിന്നെ മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ ടോയ്ലറ്റിലോ പോകുമ്പോൾ തല മറക്കൽ സുന്നത്താണ്. പക്ഷെ ഇവിടെ അത് സുന്നത്തല്ല, ഹറാമാണ്. സുന്നത്തല്ല, അത് ഹറാമാണ്. അങ്ങനെ ഇഹ്റാമിലായിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ആ പുരുഷന്റെ തലയിലേക്ക് കഫൻ പുടവ പോലും വലിച്ചിടുന്നില്ല. സുബ്ഹാനല്ലാഹ്. അയാൾ ആ മുഹരിമായ അവസ്ഥയിലാണ് പോകുന്നത്. അയാളുടെ കഫൻ തലയിലേക്ക് പോകുന്നില്ല. കാരണം അതുവരെ അങ്ങനെയാക്കി, അത് അടയാളമാക്കി വെച്ചതാണ്. അതുകൊണ്ട് ഒരാൾക്ക് ആ മറന്നെങ്ങാനും അങ്ങനെ ചെയ്താൽ അപ്പം മാറ്റണം. അപ്പോ ടോയ്ലറ്റിൽ പോയാലും അത് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ അതിനു മുമ്പ് ഈ പറയപ്പെട്ട ഒരുക്കം ഒരുങ്ങി നമ്മളൊന്ന് കുളിച്ച് 2 റക്അത്ത് ഇഹ്റാമിന്റെ സമയമാണെങ്കിൽ 2 റക്അത്ത് പിന്നെ ഇഹ്റാമിന്റെ സുന്നത്ത് നമസ്കരിച്ച് അതിനുശേഷം ഉംറയാണെങ്കിൽ അപ്പോ ഇങ്ങനെയാണ് നിയത്ത് ചെയ്യേണ്ടത്. നവൈതുൽ ഉംറത ലില്ലാഹി തആല വ അഹ്റംതു ബിഹാ. നവൈതുൽ ഉംറത ലില്ലാഹി തആല വ അഹ്റംതു ബിഹാ. ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി ഉംറ കൊണ്ടിതാ ഞാൻ കരുതുകയും അതുകൊണ്ട് ഇഹ്റാം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ്. ഇനി വേറെ വല്ലവർക്കും വേണ്ടിയാണെങ്കിൽ, അതായത് നമ്മുടെ ഫർള് ചെയ്തതിനു ശേഷം അത് ചെയ്യാതെ മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത വിധം ശാരീരികമായ ബുദ്ധിമുട്ടുകളും അവശതകളും സാമ്പത്തിക അവശതകളും ഒക്കെ ഉള്ളവർ പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചതാണെങ്കിൽ, മരണപ്പെട്ടു പോയവർ അത് ചെയ്യാതെ അതിന് അവസരം, അതിന് സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടായിട്ട് അങ്ങനെ മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവർക്കും പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉംറ ചെയ്യാം, ഹജ്ജും ചെയ്യാം. വേണ്ടി ഹജ്ജ് ചെയ്യരുത്. ഇനി അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഹജ്ജും ഉംറയും ഫർദ് നിർവഹിച്ചു പോയി മരിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയും ആ പണി ചെയ്യരുത്. അവർക്ക് കൂലി കിട്ടാൻ വേണ്ടി ചെയ്യാം. നമ്മളൊരു ഉംറ ചെയ്തിട്ട് വാപ്പാക്ക് വേണ്ടി ദ്വാരക്കാം. പക്ഷെ വാപ്പ ഉംറ ഫർദ് നിർവഹിച്ചതാണെങ്കിൽ പിന്നെ ആ വാപ്പാക്ക് വേണ്ടി പിന്നെ ഒരു പകരം ഉംറ ചെയ്യണ്ട. അപ്പൊ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു പകരക്കാരന് വേണ്ടിയാണെങ്കിൽ അതായത് വാപ്പാക്ക് വേണ്ടിയാണെങ്കിൽ വാപ്പയെ തൊട്ട്, ഉമ്മാക്ക് വേണ്ടിയാണെങ്കിൽ ഉമ്മയെ തൊട്ട്, അല്ലെങ്കിൽ ഇന്നയാൾക്ക് വേണ്ടിയാണെങ്കിൽ ഇന്നയാളെ തൊട്ട് ഞാൻ എന്താ ഉംറ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. നമ്മളിനി ഇഹ്റാമിലേക്ക് കടക്കാൻ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ മുഖം മറക്കാൻ പാടില്ല, മുൻകൈ മറക്കാൻ പാടില്ല. ബാക്കി എല്ലാ ഭാഗവും അവർക്ക് മറക്കുകയും വേണം. മുഖത്ത് വേണമെങ്കിൽ അവർക്ക് അവരുടെ കളറൊക്കെ പിന്നെ അത്രമേൽ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി മൈലാഞ്ചി ഒക്കെ വേണമെങ്കിൽ ആവാം, അവരുടെ കൈകളിലും മൈലാഞ്ചി ആവാം. പക്ഷേ എന്നാലും ഈ മുഖം മറക്കാൻ പറ്റൂല. വേണമെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ അകലത്തിലൊക്കെ വേണമെങ്കിൽ വെക്കാം, അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലാതെ നേരെ മറക്കാൻ പാടില്ല. ആ മുഖം മറക്കാതെ കൈയും മറക്കാതെയാണ് അവർ പോകുന്നത്. കൈ എന്ന് പറഞ്ഞാൽ മുൻകൈ കേട്ടോ, മുൻകൈയും മറക്കാതെയാണ് പോകുന്നത്. പുരുഷൻ ഈ 2 വസ്ത്രം മാത്രം ധരിച്ചിട്ടാണ് ഇഹ്റാം ചെയ്യുന്നത്. ഈ കരുതൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടങ്ങാൻ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على അതേ ഇബ്രാഹിമിയ സ്വലാത്തും ചൊല്ലി പിന്നെ നിരന്തരമായ തൽബിയത്തിലാണ്. വേറൊരു വർത്താനമില്ല, ഒരു വർത്താനം ഉണ്ടാവരുത്. പ്ലേറ്റിൽ കയറി അതൊന്നും പറഞ്ഞിരിക്കരുത്. തൽബിയത്തിലാണ്, പൂർണ്ണമായ തൽബിയത്തിലാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. സ്ത്രീകൾ വളരെ പതുക്കെയും പുരുഷന്മാർ ആവുന്നത്ര എന്നാൽ മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ കഴിയാത്ത യാത്രയാണ്. ചിലപ്പോ മുഴുവൻ ഫ്ലൈറ്റിലുള്ള ആൾക്കാർ മുഴുവനും നമുക്ക് ഒരുപോലെ തന്നെ ഹജ്ജിന് വന്നവരോ അല്ലെങ്കിൽ ഉംറക്ക് വരുന്നവരോ ആയിരിക്കണമെന്നില്ല. അതൊക്കെ മനസ്സിലാക്കി അതിന്റെ സൗകര്യം പോലെ. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഉറക്കെയായി അങ്ങനെ തൽബിയത്ത് ചൊല്ലാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക. പടച്ചോനെ ഞാനിതാ 2 വട്ടം ഉത്തരം തരാൻ. ഞാൻ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ വിളിയാളത്തിന് നിന്നോട് ഇതാ 2 വട്ടം ഉത്തരം തരാൻ. ലബ്ബൈക്
ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്. അപ്പോഴിങ്ങനെ പറയാൻ സാധാരണ പോലീസ് ഓഫീസറോട് പറയാറില്ലേ? ഒരു പോലീസ് ഓഫീസർ വലിയ പോലീസ് ഓഫീസറോട് താഴെയുള്ള ഉദ്യോഗസ്ഥൻ സാധാരണ യെസ് 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 സർ എന്നറിയാം. ഒരു വട്ടം യെസ് എന്ന് പറയില്ല, യെസ് യെസ്. പിന്നെ ഓർഡർ വരും യെസ് യെസ്. എന്താ കാര്യം? വലിയ ആളോട് രണ്ടോട്ടം പറയണം ലബ്ബൈക്. രണ്ടോട്ടം ഉത്തരാണ്. രാജാവിനോട് പ്രജ, ഉടമയോട് അടിമ തന്റെ ചോദ്യത്തിന്റെയും നിർദ്ദേശത്തിന്റെയും മുമ്പിൽ 2 പ്രാവശ്യം ഉത്തരം നൽകുകയാണ്. എന്തൊരു വിനയമായിരിക്കണം അവിടെ. ആ വിനയത്തിന്റെ പ്രകടനമാണ് തൽബിയത്ത്. ആ തൽബിയത്ത് ഇങ്ങനെ നിരന്തരമായി മുഴക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ്. ആ യാത്ര അവസാനിക്കുന്നതും ആ യാത്ര നമ്മുടെ ഈ തൽബിയത്തും അവസാനിക്കുകയും ചെയ്യുന്നത് അൽഹംദുലില്ലാഹ് പരിശുദ്ധ മക്കത്തു ശരീഫയിൽ ചെന്നാൽ അവിടെ ഒരു പരിശുദ്ധമായ ഗേഹമുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഈ സമൂഹത്തിന് ജനപദങ്ങൾക്ക് വേണ്ടി ആദ്യമായി ഈ ഭൂമിയിൽ പണിയപ്പെട്ട ഏറ്റവും ആദ്യത്തെ ആരാധനാ ഗേഹം അത് ലല്ലദീ ബിബക്കത മുബാറക, അത് പരിശുദ്ധ മക്കയിലെ ബക്കയിലെ പരിശുദ്ധമായിട്ടുള്ള ഗേഹമാണ്. ബക്ക എന്നാണ് പറഞ്ഞത്. ബക്ക എന്ന് പറഞ്ഞാൽ ഏത് വലിയ അധികാരിയുടെയും തല കുമ്പിട്ടു പോകുന്ന സ്ഥലം. ഏത് വലിയ ധിക്കാരിയുടെയും തല കുമ്പിട്ടു പോകുന്ന സ്ഥലം. ആ ബക്കത്തു ശരീഫയിൽ, അതായത് മക്കത്തു ശരീഫയിൽ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പണിത, അതിനു മുമ്പ് സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പണിത, പിന്നെ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെയും പൂർണ്ണമായ അർത്ഥത്തിൽ പണിയപ്പെട്ട, പിന്നെയും അവിടെ പണികൾ പിന്നെ നടന്നു. മഹാന്മാരായ പിന്നെ രാജാക്കന്മാർ അവരൊക്കെയും പണിത ആ ഒരു വലിയ പരിശുദ്ധ കഅബത്ത് ശരീഫയുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ, അവിടെ ചെന്ന് നിന്ന് ആ തവാഫിന്റെ തുടക്കത്തിനായി നമ്മൾ കാലുകുത്തിയ സമയം അത്രയും നമ്മുടെ ഈ ചുണ്ടിങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരിക്കണം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ആ തൽബിയത്ത് ഉണ്ടാകണം. വേറെ എല്ലാ തസ്ബീഹിനേക്കാളും ശ്രേഷ്ഠമായ തസ്ബീഹ് ആ സമയത്ത്, ആ സമയം വരെയും തൽബിയത്താണ്. അതായത് ഇഹ്റാം മുതൽ നമ്മൾ തവാഫിനായി നിശ്ചയിച്ച സമയം വരെയും നമുക്ക് അതുവരെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ തൽബിയത്താണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന് തുടങ്ങുന്ന എന്ന ആ പരിശുദ്ധമായ തൽബിയത്താണ്. സ്വലാത്ത് അതിന്റെ കൂടെ ഇങ്ങനെ ചൊല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹീമ വഅലാ അലി സയ്യിദിനാ ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അലി സയ്യിദിനാ മുഹമ്മദ് കമാ ബറക്ത അലാ സയ്യിദിനാ ഇബ്രാഹീം വഅലാ അലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഇബ്രാഹിമിയ സ്വലാത്താണ്. അത് ചൊല്ലി നമ്മൾ കഅബയുടെ മുറ്റത്തേക്ക്, കഅബ കണ്ടാൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളൂ. ഹലാലായ സകലോദ്ദേശങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ വെച്ചോളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ ഒരുപാട് സ്ഥലങ്ങൾ, അവിടെയുള്ള മീസാബ്, അതായത് ഒരു സ്വർണ്ണപ്പാത്തിയുണ്ട് അവിടെ, പിന്നെ മുൽത്തസമുണ്ട്, അതായത് ആ പരിശുദ്ധ കഅബത്ത് ശരീഫയുടെ വാതിലുണ്ട്. എല്ലാത്തിനും അപ്പുറം ആ മനോഹരമായിട്ടുള്ള കഅബ കണ്ണിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ അല്ലാഹ് അത് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ സമയത്ത് ചോദിക്കാവുന്ന എല്ലാ അനുവദിക്കപ്പെട്ട എല്ലാ ദുആവും നമുക്ക് അവിടെ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ നമ്മൾ അങ്ങ് കിടക്കണം. ഞാൻ ഇങ്ങനെ പോണുള്ളൂ കേട്ടോ, ഒരു ഇന്നത് ഓരോ തർത്തീബാക്കി പറയല്ല. ഞാൻ ആ യാത്രയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ പോവാൻ. അവിടെ ചെന്ന് നമ്മൾ കാല് വെച്ചാൽ പിന്നെ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാൻ പോകും. ഏതാ തുടങ്ങേണ്ടത്? തവാഫാണ്. തവാഫിന് പ്രത്യേക നിയ്യത്ത് ഉംറക്കാരനായ ഒരാൾക്ക് അല്ലെങ്കിൽ ഹാജിക്കില്ല. പക്ഷെ എന്നാലും മനസ്സിൽ കരുതാ, ഞാൻ തവാഫ് ചെയ്യാൻ പോകുന്നു കരുതാ. കാരണം അത് ഉംറയുടെ തവാഫാണ്. ഉംറയുടെ തവാഫ് ആയതുകൊണ്ട് തന്നെ ആ തവാഫ് അങ്ങനെ തുടങ്ങുമ്പോൾ ഈ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് ചെന്ന് നിന്ന് നാം അല്ലാഹു അക്ബർ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി മുത്തണം എന്ന് സുന്നത്താണ്. പക്ഷേ മുത്താൻ ചിലപ്പോൾ ഒരു പക്ഷെ കഴിയില്ല എന്ന് മാത്രമല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാനിതൊക്കെ പറയുമ്പോൾ ഈ സാധാരണഗതിയിൽ അമീറുമാർ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാറുണ്ടായിരിക്കാം. പക്ഷെ എന്നാലും സ്ത്രീകളൊക്കെ വല്ലാതെ തിരക്ക് കൂട്ടി ഹജറുൽ അസ്വദ് മുത്തിയോ അടങ്ങുള്ളൂ എന്ന് വിചാരിച്ച് കുറെ അന്യപുരുഷന്മാരുടെ കൂടെ പോയി അവിടെ നിന്ന് തിരക്ക് പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ അത് ഹറാമു വരെ എത്തിപ്പോകാവുന്ന കാര്യങ്ങളാണ്.
അപ്പോ അന്യ പുരുഷന്മാരുടെ ഇടയിലേക്ക് കയറി ചെന്നിട്ടൊന്നും തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ആരെങ്കിലൊക്കെ കുത്തി വീഴ്ത്തിയിട്ട്, അങ്ങനെ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഒരുത്തനെ ശരിക്കും കൊടുത്തിട്ടൊക്കെ പോയി ഹജറുൽ അസ്വദ് മുത്തി, നല്ല മുത്തലാണ്, കാരണം ഇയാൾക്ക് കിട്ടിയിട്ടാണ് മറ്റാളെ എന്ത് ചെയ്തിട്ടുള്ളത്, ഹജറുൽ അസ്വദ് മുത്തിയിട്ടുള്ളത്. അങ്ങനെ പോകണ്ട. അങ്ങനെ പോകണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് ശ്രമിക്കണ്ടെന്നല്ല. ഹജറുൽ അസ്വദ് മുത്തല് നമ്മുടെ ലക്ഷ്യമാകണം. ആ സുന്നത്ത് നമ്മൾ ആഗ്രഹിക്കുകയും ദ്വാരക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടും. പക്ഷെ അതിനുവേണ്ടി ഇപ്പണി ചെയ്യാൻ പോകരുത്. ഏത് പണി? ഈ രീതിയിൽ ഹറാമായ ഒരു കാര്യം ചെയ്യാൻ പോകരുത്. നമുക്ക് സൗകര്യം കിട്ടുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെ പോയി നിന്ന് പരിശുദ്ധമായ ആ കല്ല്, സ്വർഗീയമായ കല്ല്, സ്വർഗത്തിൽ നിന്ന് വന്ന കല്ല്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടു പതിഞ്ഞ കല്ല്, പരിശുദ്ധരായിട്ടുള്ള മഹാന്മാരായ മുഅ്മിനീങ്ങളുടെ ചുണ്ടു പതിഞ്ഞ കല്ല്, ആ കല്ലിലൊന്ന് ചുണ്ടു പതിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പക്ഷെ ആ സമയത്ത് പ്രായോഗികമായി നടന്നോണമെന്നില്ല. അതിനുവേണ്ടി അപ്പം മെനക്കെടണ്ട. അപ്പൊ പിന്നെ തവാഫ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. 7 തവാഫ് എന്ന് പറഞ്ഞാൽ 7 വട്ടം ഇതിങ്ങനെ പൂർത്തിയാക്കി ഞാൻ പറഞ്ഞ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ വരലാണ്. ഒരു വട്ടം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കലാണ്. അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞു പോകട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, നിങ്ങൾ ഈ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ പോയി നിങ്ങൾ ഈ കഅബത്ത് ശരീഫയുടെ കല്ലിലൊന്നും പിടിക്കാൻ നിൽക്കണ്ട. 2 പ്രശ്നമാണുള്ളത്. ഒന്ന്, അങ്ങനെ പിടിച്ചാൽ ഈ ഈ പരിശുദ്ധമായ പിന്നെ കഅബത്ത് ശരീഫയുടെ പിന്നെ കുറച്ചുകൂടി അല്പം കൂടി ഇങ്ങോട്ട് നീട്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കഅബ നേരത്തെ പണിതിരുന്നത്. അത് കുറച്ചുകൂടി ചുരുക്കിയിട്ടുണ്ട്. പണ്ട് മുസ്ലിക്കീങ്ങളായിട്ടുള്ള ഖുറൈശികൾ പോലും പള്ളി പണിയണം എന്ന് ആലോചിച്ചപ്പോൾ അവർ ചിന്തിച്ചത്, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ബഡാ മുതലാളി പലിശക്കാരനാണെങ്കിലും വേണ്ടില്ല, അവന്റെ കാശ് കൊണ്ട് വാങ്ങിയിട്ട് നല്ല സെൻട്രലൈസ്ഡ് AC വാങ്ങാൻ അതിനും കൂടി ആവശ്യമായ കാശ് വാങ്ങണമെന്ന് ചിന്തിച്ചവരായിരുന്നില്ല അവര്. ഏറ്റവും ഹലാലായ സമ്പത്ത് കൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോ അവർക്ക് ആ കഅബയുടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അന്ന് പണിതിരുന്ന ആ കഅബയിൽ നിന്നും കൂടി ചുരുക്കി പണിയേണ്ടി വരും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സ്വാഭാവികമായും നമ്മൾ ഈ കൈ എത്തിപ്പിടിക്കാൻ പോകുന്ന സ്ഥലം കഅബയാവും. അങ്ങനെ വരുമ്പോ കഅബയുടെ ഉള്ളിലൂടെ തവാഫ് നടത്തിയാൽ തവാഫ് ശരിയാവൂല. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ എവിടെ പോയി തൊടരുത്? കഅബമ തൊടണ്ട. തവാഫ് ചെയ്യുന്ന നേരത്ത് കഅബമ തൊടണ്ട. രണ്ടാമത്തെ ഒരു പ്രശ്നം കൂടി അവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാം. ഇതിന് മുഴുക്കെ അറബികളും അല്ലാത്തവരും മുഅ്മിനീങ്ങളായ മനുഷ്യര് അവരവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അത്തർ പൂശിയിട്ടുണ്ടാവും. നല്ല അത്തർ ഉണ്ടാവും, നല്ല ഊതിന്റെ മണമൊക്കെ ഉണ്ടാവും. അത് തേച്ചിട്ട് പോയാലും എന്താണ്, ഇഹ്റാമിന്റെ സമയത്ത് നമുക്ക് സുഗന്ധം പാടില്ലാത്തതാണ്. അതുകൊണ്ടും നമ്മൾ അവിടെ സൂക്ഷിക്കണം. ഇനി അത് മാത്രമല്ല, അതിന്റെ ഉള്ളിലൂടെ വേറൊരു സ്ഥലം കൂടി ഹിജ്ർ ഇസ്മായിൽ, അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതുപോലെ തന്നെ ഹജറ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ ഉണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ആ ഭാഗവും ഈ പറയപ്പെടുന്ന കഅബയുടെ ഉള്ളിലാണ്. പക്ഷെ അതിപ്പോ ഇങ്ങനെ വളച്ചു വെച്ചിട്ടുണ്ട് അവിടെ. അതിന്റെ ഉള്ളിലൂടെയും നിങ്ങൾക്ക് പോകാൻ പാടില്ല. അപ്പൊ പിന്നെ അതിന്റെ മുമ്പിലൂടെയുള്ള യാത്രയിൽ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് തവാഫ് ചെയ്യേണ്ടത്. തവാഫ് ചെയ്യുമ്പോ നമ്മുടെ ഇടതുഭാഗം എപ്പോഴും എവിടെയായിരിക്കണം? കഅബയിലേക്ക്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് ഒറ്റ തട്ട് കെട്ടിയപ്പോ നമ്മളിങ്ങനെ തിരിഞ്ഞു പോയി. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോ മുന്നോട്ട് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്നോട്ട് തൽക്കാലം മാറ്റി വെക്കാം. അപ്പോൾ പിന്നെ ആ തവാഫ് ആ രീതിയിൽ പൂർത്തിയാവും. അതല്ല സംഗതി ആ സമയം മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒന്ന് തിരിഞ്ഞിട്ടാണ് നടന്നു പോയതെങ്കിൽ ആ തവാഫ് ക്യാൻസൽഡ് ആണ്. എന്ന് പറഞ്ഞാൽ ആ തവാഫ് എന്ന് പറഞ്ഞാൽ ആ തൗഫത്ത് എന്ന് പറഞ്ഞാൽ ആ ഒറ്റൊരു തവാഫ് പോയിട്ടുണ്ട്. അതുകൊണ്ട് 7 എട്ടാക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? പന്തിരായ തങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. പക്ഷെ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇടതുഭാഗത്തായിരിക്കണം തവാഫിൽ. കഅബ ഇടതുഭാഗത്ത് തന്നെയായിരിക്കണം. എങ്ങാനും ഇങ്ങനെ തിരിയുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ദ്വാരക്കുന്നത് കണ്ട് ഓടിപ്പോയി അപ്പോ നമ്മൾ ദ്വാരക്കുകയോ ഒക്കെ ചെയ്താൽ ആ തൗഫത്ത്, അതായത് നമ്മൾ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റ വട്ടത്തിലെ തൗഫ, അങ്ങനെ 7 പ്രാവശ്യമുള്ള തവാഫാണ് പൂർണ്ണമായി ഉംറയിലോ അതുപോലെ തന്നെ ഹജ്ജിലോ വരുന്ന തവാഫ്. അതുകൊണ്ട് ആ ഒറ്റ തവാഫ് അതോടെ എന്താണ്, ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ വന്നാൽ മൊത്തം തവാഫ് ഇല്ലാതാവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കൊരിക്കലും ഇടതുഭാഗം കഅബയുടെ ഭാഗത്തേക്കല്ലാതെ പോകരുത്. നമ്മുടെ ഇടതുഭാഗം കഅബയിലേക്കായി തിരിഞ്ഞിരിക്കണം. എങ്ങാനും മാറിപ്പോകരുത്, ശ്രദ്ധിക്കണം. അതുപോലെ തൊട്ടുപോകരുത്, ശ്രദ്ധിക്കണം. ആ രീതിയിൽ 7 പ്രാവശ്യം പൂർത്തിയാക്കണം. 7 പ്രാവശ്യം പൂർത്തിയാക്കിയാൽ പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം, മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിയാൻ വേണ്ടി ഒരു ലിഫ്റ്റ് പോലെ ഒരു കല്ല് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തിരുന്നു. ആ കല്ല് നിൽക്കുന്ന സ്ഥലത്തിനാണ് മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഖാം അവിടെയാണ്.
ആ മഖാമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഇത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ മഖാമിനെ മുസല്ലയാക്കുക. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാദം തൊട്ട ആ പരിശുദ്ധമായ ഭാഗത്ത് നിങ്ങൾ അതിന്റെ ഏതു ഭാഗത്ത് നിന്നിട്ട് 2 റക്അത്ത് തവാഫിന്റെ സുന്നത്ത് നമസ്കരിക്കാം, ദുആ ചെയ്യാം. എന്നിട്ട് പിന്നെ സംസം ഒക്കെ കുടിച്ചിട്ട് നേരെ ഇങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് സഫാ മർവയിലേക്ക് ചെല്ലാം. നിങ്ങൾ സഅയ് ചെയ്യണം. ഇതിൽ ഈ തവാഫിൽ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാനുള്ളത് ഇതാണ്. ആണുങ്ങൾ, പുരുഷന്മാർ അവർ അവിടെ തവാഫിന് ചെല്ലുമ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇട്ടിരുന്ന പിന്നെ മുകൾ വസ്ത്രം, അതായത് മേൽ വസ്ത്രമായി ഇട്ടിരുന്നത് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പിന്നെ ഒരു പൂണൂല് പോലെ ധരിക്കണം. ഈ പൂണൂല് പോലെ ധരിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടണം എന്നർത്ഥം. ഇതിപ്പോ ഇങ്ങനെ ഇട്ടാൽ ഞാൻ കൊടുക്കും, അതുകൊണ്ട് ഞാൻ ഇടില്ല. അതായത് ഇങ്ങനെ ഇടണം, അതായത് ഈ ഭാഗത്തോടെ വലതു ഭാഗത്തോടെ എങ്ങനെ ഇടണം. നിങ്ങൾക്ക് അറിയായിരിക്കും, കുറെ ആളുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇത് പൂണൂൽ പോലെ ധരിക്കലാണ്, ഇൽത്തിബാദ് എന്നാണ് ഇതിന് പറയാ. അങ്ങനെ പൂണൂല് പോലെ ധരിക്കണം. സ്ത്രീകൾക്ക് അതൊന്നുമില്ല കേട്ടോ, പൂണൂല് പോലെ ധരിക്കണം. എന്നിട്ട് കാരണം അവിടെ സഅയ് ഉള്ളതാണ് രണ്ടാമത്, അതുകൊണ്ടാണ് ഈ പൂണൂല് ധാരണം എന്ന് പറഞ്ഞ് സുന്നത്താവുന്നത്. ആ നിലക്ക് അങ്ങനെ പൂണൂൽ പോലെ ധരിക്കുകയും ചെയ്യണം എന്ന് മാത്രമല്ല, സഅയ് പിന്നിൽ വരുന്ന തവാഫിലൊക്കെ പ്രത്യേകം സുന്നത്തായ മറ്റൊരു കാര്യമാണ്, പുരുഷന്മാർക്ക് റമല് എന്ന് പറയുന്ന ഒരു തരം നടത്തമുണ്ട്. റമല് എന്ന് തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് തൊങ്ങി നടത്താണ്. അത് 3 തവാഫുകളിൽ, ആദ്യത്തെ 3 തവാഫുകളിൽ ആ റമല് നടത്തുന്നുണ്ട്. പുരുഷന്മാരെ ചെയ്യാവൂ, സ്ത്രീകൾക്ക് സുന്നത്തില്ല. ചില സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം തൊങ്ങാൻ ചാടാനൊക്കെ കാണാറുണ്ട്. അങ്ങനെ വേണ്ട, കാരണം സ്ത്രീകൾക്ക് സുന്നത്തില്ല, പുരുഷന്മാർക്കേ അത് സുന്നത്തുള്ളൂ. 3 തവാഫുകളിൽ റമല് നടത്തമുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ സഅയിന് പോകുന്നു. ഈ ഇൽത്തിബാവോട് കൂടെ തന്നെയാണ് പോകേണ്ടത്. ചില അറബികളൊക്കെ പിടിച്ചു വയ്ക്കാറുണ്ട്, പക്ഷെ ഷാഫി മദ്ഹബിൽ ഇൽത്തിബാ ഈ പൂണൂല് ധാരണം അപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ സഅയിന് പോകാം. സഅയിൽ ചെന്നാൽ അസ്സഫ വൽ മർവ എന്നാണ്. അതായത് സഫയിൽ നിന്ന് മർവയിലേക്ക് 1, മർവയിൽ നിന്ന് സഫയിലേക്ക് 2, പിന്നെ സഫയിൽ നിന്ന് പിന്നെ മർവയിൽ നിന്ന്, അങ്ങനെയാണ് കൂട്ടേണ്ടത്. സഫ മർവ, മർവ സഫ, സഫ മർവ, മർവ സഫ, ഇങ്ങനെ കൂട്ടിയിട്ട് 7 എണ്ണം. അതായത് അവസാനം എവിടെ അവസാനിക്കുന്നുണ്ട്? സഫയിൽ തുടങ്ങി മർവയിൽ, അല്ലെ? അപ്പോ അങ്ങനെ അവസാനത്തെ 7 അവസാനിച്ചിട്ട് സഫ മർവ 1, മർവ സഫ 2, സഫ മർവ 3, 4, 5, 6, 7 അങ്ങനെ അവസാനിക്കും. അത് ഏതാണ്ട് 350 മീറ്റർ ആണ് സഫ മർവയുടെ ഇടയിലുള്ള ദൂരം. 350 മീറ്ററും തീർക്കണം. 350 മീറ്റർ തീർക്കാൻ ആ 2 കുന്നിലേക്ക് കയറിയാൽ 350 മീറ്റർ തീർന്നു. അങ്ങനെ ആ 350 മീറ്റർ തീർക്കണം. ഇവിടെ ഒക്കെ സുന്നത്തായ ഒരുപാട് ദുആകളുണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സ് ക്ലിയർ ചെയ്ത് ഒറ്റ ദുആ ചെയ്തോളൂ, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അത് കഅബയുടെ തവാഫിന്റെ സമയത്തും സഅയിന്റെ സമയത്തും അതൊക്കെ ചെയ്യാം. അതിലെല്ലാം ആ ദുആഇനോളം സമഗ്രമായ മറ്റൊരു ദുആയും ഇല്ല എന്ന് സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ദുആ പരമാവധി ചെയ്യുക. അല്ലാത്ത ഒരുപാട് ദുആകൾ ഈ 2 കാര്യത്തിലും, അതായത് തവാഫിന്റെ 1ാം തവാഫും 2ാം തവാഫും 3ാം തവാഫും 4ാം തവാഫും 5ാം തവാഫും 6ാം തവാഫും 7ാം തവാഫിലും എല്ലാം പ്രത്യേകം ദുആ ഉണ്ട്. ഈ 1 മുതൽ 7 വരെയുള്ള സഅയിലും പ്രത്യേകം ദുആ ഉണ്ട്. അതൊക്കെ ചെയ്യാം. അവിടെ നമ്മൾ ഇങ്ങനെ നോക്കിയ 2 ലൈറ്റ് കാണാം. ആ 2 ലൈറ്റിൽ വരുമ്പോ സഅയ് എന്നാണ് ശരിക്കും പറയേണ്ടത്. സഅയ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഓടലാണ്. എന്ന് പറഞ്ഞാൽ നമ്മള് ഈ പഴയ കാലത്തെ അത്ലറ്റ്സ് ഒക്കെ ഓടണ പോലെ ഓടണമെന്നൊന്നുമില്ല. ഒരു ചെറിയൊരു ഓട്ടം ഓടാം. ആരാ ഓടേണ്ടത്? പുരുഷൻ ഓടണം. പുരുഷൻ ഈ 2 സ്ഥലത്തിന്റെ ഇടയിൽ ഓടണം. അങ്ങനെ ഓടലും സുന്നത്താണ്. സ്ത്രീകൾക്ക് ഓടൽ സുന്നത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, കാരണം ഇവിടെയൊക്കെ പലപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സുന്നത്തില്ല. പുരുഷൻ ഓടുകയും അങ്ങനെ 7 പ്രാവശ്യവും അങ്ങനെ തീർക്കുകയും ചെയ്യുക. അതിനുശേഷം ഉംറയിലായിരിക്കാം എന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉംറ കഴിഞ്ഞിട്ട് അയാൾക്ക് മുടി മുറിക്കാം. ഒരു 3 മുടി എടുത്ത് മുറിച്ചാലും അതോടെ എന്താവാം, നമുക്ക് തഹല്ലുലാവാം. അതേസമയം പിന്നെ ഹജ്ജിന് വേണ്ടി ബാക്കി വെക്കുകയാണെങ്കിൽ മാറ്റി വെക്കാം. മുണ്ടനം ചെയ്താൽ അതാണ് ഏറ്റവും പൂർണ്ണമായ രീതി. തല മുണ്ടനം ചെയ്യലാണ് പൂർണ്ണമായ രീതി. തഹല്ലുലായി, അതായത് ഉംറയിൽ നിന്ന് തഹല്ലുലായി, ഈ രീതിയിലാണ് ഉംറ നിർവഹിക്കുക. ഇനി ഹജ്ജ് ഉണ്ട് കേട്ടോ. ഹജ്ജ് ആകുമ്പോ നമ്മൾ ഒരു പക്ഷെ ചിലപ്പോ ചില സമയത്ത് ചില യാത്രകൾ സ്വാഭാവികമായി നേരെ മദീനയിലേക്ക് പോയിട്ട് തിരിച്ചു വരലായിരിക്കും ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ മദീനയിൽ നിന്ന് ഇഹ്റാം ചെയ്താണ് വരാം. അങ്ങനെ പിന്നെ ദുൽഹുലൈഫയിൽ വെച്ച് ഇഹ്റാം ചെയ്തിട്ട് വരുന്ന രീതിയായിരിക്കാം. അങ്ങനെ കൂടുതൽ മദീനയിൽ നിന്നല്ലേ വരല്?
അല്ല, പല രീതിയാണ്. ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടാവാം, അതല്ല ഇപ്പോൾ സാധാരണ പ്രായോഗികമായി വരാറുള്ളത് മദീനയിലേക്ക് പോകലാണ്. യാത്ര നിങ്ങളൊന്നും ഇങ്ങനെ മനസ്സുകൊണ്ട് ആലോചിച്ചാൽ മതി. മദീനയിലേക്കുള്ള യാത്രയിൽ എമ്പാടും നിങ്ങൾ ഒറ്റ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. മദീനയിലേക്കുള്ള യാത്രയിൽ എമ്പാടും ആ വലിയ എക്സ്പ്രസ് വേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആയത്ത് ഇതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീനയിലേക്ക് ചെല്ലാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ആ ബോർഡുകൾ എല്ലായിടത്തും തൂങ്ങിയിട്ടുണ്ടാവും. ലാ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗത സൗത്തിൻ നബി എന്നാണ്. ലാ തർഫഉ അസ്വാതകും ഫൗത സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ശബ്ദത്തെക്കാളും നിങ്ങളുടെ ശബ്ദം ഉയരരുതേ. ലാ തർഫഉ അസ്വാതകും ഫൗത സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരരുത് എന്ന് പറഞ്ഞു വെച്ചതാണ്. ഹബീബുള്ള കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ പറഞ്ഞത് ഇന്ന് എന്തിനാ അവിടെ എഴുതി വെക്കുന്നത്? നിങ്ങൾ ആ ബോർഡ് ഇങ്ങനെ യാത്രയിൽ എമ്പാടും കാണാനാവും. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ആ ബോർഡ് ഇങ്ങനെ നിരന്തരമായി കാണും. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ഏ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഒച്ച കൂടരുതേ. എവിടെ ഒച്ച കൂടരുത്? നിങ്ങൾ പരിശുദ്ധ മദീനയിൽ ചെന്നാൽ അവിടെ ചെന്നു നിൽക്കുന്ന ഓരോ വേളയിലും നിങ്ങളുടെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കേണ്ടത് ഒരൊറ്റ ആളെ കുറിച്ച് മാത്രമാണ്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുന മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ സയ്യിദുന ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭവന സന്ദർശനം നടത്തുമ്പോൾ ആ വീടിന്റെ തൊട്ടടുത്തായി വലിയൊരു ആലയം കാണാം, ഒരു കുതിരാലയം. ആ കുതിരാലയത്തിലെ വലിയ വിലപിടിപ്പുള്ള കുതിരകളെ കണ്ടപ്പോ മഹാനായ ഇമാം ഷാഫി തങ്ങളുടെ മനസ്സ് മന്ത്രിച്ചു പോയി. ഉസ്താദിന് വലിയ വിലപിടിപ്പുള്ള കുതിരകളുണ്ടല്ലോ എന്ന ചിന്ത വന്നപ്പോ ആ മനസ്സറിഞ്ഞ മഹാനായ ഗുരുനാഥൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനോട്, ഏതു മഹാനായ ശിഷ്യൻ, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നാളെ ഈ ഭൂമിയുടെ ദിഗന്ധങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചത്തിന്റെ ജ്ഞാനം നിറക്കുന്നയാളായി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ യംലഉ തിബാഖൽ അർളി ഇൽമൻ, ജ്ഞാനം നിറക്കാൻ മാത്രം യോഗ്യനായ ദിഗന്ധങ്ങളിൽ, ഭൂമിയുടെ ദിഗന്ധങ്ങളിൽ ജ്ഞാനം നിറക്കാൻ യോഗ്യനായ സയ്യിദുന ഇമാമുന ഷാഫി മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു. ആ സയ്യിദുന ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, ആ ഷാഫി ഇമാമാണ് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു പോയത്. അപ്പോഴാണ് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഇമാമു ദാറുൽ ഹിജ്റയുടെ പരിശുദ്ധമായ ആ ഭവനത്തിന്റെ നായകനാകുന്ന സയ്യിദുന ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഷാഫി, ആ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല കുതിരകൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോ ഉസ്താദിനോട് ശിഷ്യൻ പറഞ്ഞു കൊടുത്തു, ഏതാണ് 8999 അല്ലേ, അത് 8999 എന്ന് പറയുന്ന കാർ, ഹോണ്ട കാറാണ്. ആ നമ്പറിലുള്ള കാറൊന്ന് മാറ്റിയിടുന്നല്ലേ, ശ്രദ്ധിക്കണം. ആ സമയത്ത് ശിഷ്യനോട് സയ്യിദുന ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഷാഫി, ഞാൻ ഈ പരിശുദ്ധ മദീനയിൽ കുതിരയുടെ പുറത്ത് നടക്കണ പോട്ടെ, ഞാൻ ചെരുപ്പിട്ട് നടന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന, മദീനത്തുന്റെ നബി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന, അത്രമേൽ സൂക്ഷിച്ചു നടന്ന സ്ഥലമാണ് മദീന. മഹാന്മാരായ ഉലമാക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് തങ്ങൾ മദീനയിൽ പരിശുദ്ധ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ ഖബറിന്റെ മുമ്പിലേക്ക് പോലും, ആ ഖബർ ഷരീഫിന്റെ മുമ്പിലേക്ക് പോകാറില്ല. കുറെ മാറി നിന്നിട്ടാണ് അവിടുന്ന് സിയാറത്ത് ചെയ്യാറ്. അവിടുന്ന് സ്വഹീഹുൽ ബുഖാരി അതിന്റെ തസ്ഹീഹുകൾ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തത് മഹാനങ്ങൾ അവിടെ ഇരുന്നിട്ടാണ്. അങ്ങോട്ട് പോകാൻ പേടി, അങ്ങോട്ട് പോകുമ്പോ ഹൃദയം പ്രകമ്പനം കൊള്ളുന്നു. അവിടേക്ക് എത്തുമ്പോഴേക്കും ഓർമ്മകൾ ഇങ്ങനെ ഘോഷയാത്ര പോലെ വരുന്നു. മദീന ഹബീബിന്റെ വഫാത്തിന് ശേഷം അവിടേക്ക് പോകാതെ സിറിയയിലേക്ക് നാട് കടന്നുപോയ ഒരാളുണ്ട്, സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയവുമായിട്ട് സിറിയയിലേക്ക് പോകാൻ. പക്ഷേ പിന്നെ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലം വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്ന ദർശനം വന്നു. എന്താ ബിലാൽ, എന്നോട് വല്ല പിണക്കുണ്ടോ? എന്തേ വരാത്തത്? എന്റെ അടുക്കലേക്കൊന്നും വരണ്ടേ? മുഅ്മിനീങ്ങളെ, ഹബീബിന്റെ ചാരത്തേക്ക് ചെല്ലണ്ടേ?
അതുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ചെല്ലാത്ത ബിലാലിനെ വിളിക്കാണ് റളിയല്ലാഹു അൻഹു. ബിലാൽ, എന്തേ എന്നോട് പണക്കം വന്നോ? ഹുസൈനും ഹസനും റളിയല്ലാഹു തആല അൻഹുമ ആ മക്കൾ പ്രത്യേകം ക്ഷണിച്ചു ബിലാൽ വരാൻ. മദീനയുടെ പ്രാന്തങ്ങളിൽ വരുമ്പോ ഒരു കൊച്ചുകുട്ടിയെ പോലെ തുള്ളിക്കളിച്ചിട്ട് ഇങ്ങനെ സയ്യിദുനാ ബിലാലിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നതോ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിന്റെ വല്ലാത്തൊരു മുഹൂർത്തം ഞാൻ പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്. ഒരിക്കൽ കറുത്ത കാപ്പിരിയായി മാറ്റി നിർത്തപ്പെട്ടിരുന്ന ബിലാൽ, ഒന്ന് ശ്വസിക്കാൻ, ഉറക്ക ശ്വസിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത വിധം അടിമയായി ജീവിച്ച ബിലാൽ, ആ ബിലാൽ എന്ന മനുഷ്യനെ കാണാൻ ഒരു പൂച്ചക്കുട്ടിയെ പോലെ, ഒരു കുട്ടിത്തം വിടാത്തവനെ പോലെ കളിച്ചു നിൽക്കുന്ന മറ്റൊരാൾ, മഹാനായ ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി എന്ന് ചരിത്രം വിശേഷിപ്പിച്ച മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളിച്ചതും ഇങ്ങനെയാണ്, മർഹബൻ ലി സയ്യിദിനാ ബിലാൽ എന്നാണ്. ഞങ്ങളുടെ നായക ബിലാൽ, അങ്ങക്ക് സ്വാഗതം എന്നാണ്. പക്ഷെ ആ ബിലാൽ വന്നു. 2 കുഞ്ഞുമക്കൾ പ്രത്യേകം ആവശ്യപ്പെട്ടു, റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട മക്കൾ, ബാങ്കൊന്ന് മുഴക്കോ, കേൾക്കണം. പക്ഷേ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വിതുമ്പി തുടങ്ങി വെച്ചു അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയുമ്പോഴേക്കും ഓർമ്മകളുടെ മഹാഘോഷയാത്രക്കിടയിൽ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായി വീഴുന്നു. കാരണം അതൊരു വല്ലാത്ത ഓർമ്മയാണ്. സ്വഹാബത്ത് അങ്ങനെ ഓർത്ത, ശേഷം വന്നവർ നിരന്തരം ഓർത്ത ആ പരിശുദ്ധമായ ഹബീബിന്റെ ഹദ്റത്തിലേക്കാണ് മുഅ്മിനീങ്ങളെ നമ്മൾ യാത്ര ചെയ്യുന്നത്. അവിടെ ഒന്നും വിതുമ്പി പൊട്ടാതെ ഒരു മുഅ്മിനും തിരിച്ചു പോരൂല. യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ലമുഹു ഫതാബ മിൻ തിബിഹിന്നൽ ഖാഉ വല്ലകമു നഫ്സി ഫിദാഉ ലിഖബരിൻ അൻത സാകിനുഹു ഫീഹി ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. ഈ മുട്ടക്കുന്നുകൾ മുഴുവനും പ്രശാന്ത സുന്ദരമായി നിൽക്കുന്നതും സുഗന്ധപൂരിതമായി നിലകൊള്ളുന്നതും ഏതൊരു മഹാജീവിതത്തിന്റെ സാന്നിധ്യം കൊണ്ടാണോ ആ പരിശുദ്ധ ജീവിതം അടങ്ങി നിൽക്കുന്ന ഖബറേ, പരിശുദ്ധ റസൂലിന്റെ ഖബറിടമേ, ഈ പരിശുദ്ധമായ ഖബറിടത്തിൽ എന്റെ ഹബീബ് കിടക്കുന്നുണ്ട് നബിയേ. അങ്ങയുടെ പരിശുദ്ധമായ ഈ സാന്നിധ്യം തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെയും ഈ ഭൂമിയുടെയും സുഗന്ധത്തിന്റെ കാരണം. അതുകൊണ്ട് നബിയേ, ഈ ഖബറിടം തന്നെയാണ് എന്റെ ജീവിതത്തിന്റെ ഗന്ധം. എല്ലാ പ്രായശ്ചിത്വവും ഞാൻ അങ്ങയോട് ചെയ്യുന്നു. ഈ ഖബറാണ് സകലമാന ഉദാരതയുടെയും സംസ്കാരത്തിന്റെയും പ്രഭവകേന്ദ്രം. അന്തൻ നബിയുല്ലദീ തുർജാ ശഫാഅതുഹു, എന്റെ ശഫാഅത്തിനായി ഞാൻ ആഗ്രഹിക്കുന്ന നബി. നാളെ സിറാത്ത് എന്ന പാലം കടക്കുമ്പോ, കാല് വഴുതി പോകുമ്പോ എന്റെ കൈ പിടിക്കാൻ എന്റെ ഹബീബേ, ഞാൻ അങ്ങേയല്ലാതെ മറ്റാരെയും കാണുന്നില്ല. അന്തൻ നബിയുല്ലദീ തുർജാ ശഫാഅതുഹു അലസ്സിറാത്തി മാ സല്ലത്തിൽ ഖദമു, കാല് വഴുതുമ്പോ പിടിക്കാനുള്ള ശുപാർശക. വസാഹിബക ഫലാ അൻസാഹുമാ ബദാ മിന്നിസ്സലാമു അലൈക്കും മാ ജറൽ ഖലമു. ഹൃദയം വിറവുണ്ടു പോകേണ്ട സമയം. അങ്ങയുടെ കൂട്ടുകാർ 2 പേരുണ്ടല്ലോ ഇവിടെ. ഒന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖും സയ്യിദുനാ ഉമർ ബിൻ ഖത്താബും റളിയല്ലാഹു അൻഹുമാ. ആ 2 പേരെയും അങ്ങേയും ഞാൻ ഓർക്കുകയാണ് നബിയേ. നിങ്ങൾക്ക് സലാം, പ്രപഞ്ചം നിലനിൽക്കോണം സലാം. ഒരാൾ പാടി. മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ ഇമാം നവവി ഉൾപ്പെടെ വലിയ പണ്ഡിതന്മാർ പറയുന്നു, അവിടെ ചെന്നാൽ ഹബീബിന് സലാം ചൊല്ലിയിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഖൈറൽ അംബിയാ, അസ്സലാമു അലൈക യാ സഫിയല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടത്തേക്ക് സലാമും സ്വലാത്തും ചൊല്ലിയിട്ട് പിന്നെ ആ പരിശുദ്ധ സവിധത്തിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ
ആ സാമീപ്യത്തിന്റെ തൊട്ടടുത്തെങ്കിലും ചെന്നു നിന്നുകൊണ്ട് യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ലമുഹു എന്ന് തുടങ്ങുന്ന കവിത ചൊല്ലാൻ മഹാന്മാരായ പണ്ഡിതന്മാർ സിയാറത്തിന് പോകുമ്പോ പ്രത്യേകം നല്ലതാണെന്ന് പഠിപ്പിച്ച കവിതയാണ്. ഉസ്താദുമാരെ കൊണ്ട് എഴുതിപ്പിച്ച നല്ലതാണ്. യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ലമുഹു ഫതാബ മിൻ തിബിഹിൻ അൽഖാഉ വല്ലകമു നഫ്സി ഫിദാഉ ലിഖബരിൻ അൻത സാകിനുഹു ഫീഹി അൽഅഫാഫു വഫീഹി الجود والكرم أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. അവിടെ ചെന്നിട്ട് അങ്ങനെ നബിയെ സംബോധന ചെയ്യുമ്പോ ആ റൗദത്തു ശരീഫയുടെ മൂലക്കിരുന്ന് ഒരാൾ ഉറങ്ങുന്നുണ്ടായിരുന്നു എന്നാണ് മഹാനായ ഇമാം അത്തബി എന്ന മഹാപണ്ഡിതൻ. അദ്ദേഹം ഉറങ്ങുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ഏ അത്തബി ഇൽഹഖ് ഹാദൽ അറാബി, ആ പോയ അറാബി ഉണ്ടല്ലോ, ഹൃദയാർദ്രത കൊണ്ട് നനഞ്ഞ് ആ നനഞ്ഞ കണ്ണുകളോടെ അവിടെ നിന്ന് എന്നെ ഇങ്ങനെ മനോഹരമായ കവിതയിലൂടെ ഓർത്തുപോയ ആ മനുഷ്യനില്ലേ, ആ മനുഷ്യൻ ഈ റൗദ വിട്ട് പോയിട്ടുണ്ട്, ഓടിച്ചെല്ല്, എന്നിട്ട് അയാളോട് പറ, അയാൾക്ക് എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ അയാളോട് പറഞ്ഞു എന്ന് പറ എന്ന് അത്തബി റളിയല്ലാഹു തആല അൻഹുവിനോട്, അതായത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥനോട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഓർക്കണം, അവിടെ ചെല്ലുമ്പോൾ ഹൃദയം വിതുമ്പണം. യാ ഖറമി ഖുറമ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും يرجو الله تعالى البكاء ببابكم والدمع من عينين سال سجيما صلوا عليه وسلموا تسليما. ഒരു അറബി അവിടെ ചെന്ന് പാടിയ പോലെ ഒരു അജമി, മലയാളിയായ അനറബിയായ ഒരു അജമി എന്നാണ് അനറബിയെ പറയാ, അങ്ങനെ ഒരു മലയാളി അവിടെ ചെന്നിട്ട് പാടി. ആ മലയാളി ഹൃദയം തുറക്കണേ നബിയെ എന്ന് പറയുമ്പോ അവിടുത്തെ പരിശുദ്ധമായ റൗദത്തു ശരീഫയുടെ കവാടം തുറക്കപ്പെട്ടു. ഹൃദയം തുറക്കപ്പെട്ട പോലെ ആ അജമിയുടെ മുമ്പിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഹൃദയം തുറക്കപ്പെട്ട പോലെ റൗദ തുറക്കപ്പെട്ടു. അന്ന് ചൊല്ലിയ മഹാനായ ഉമറുൽ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, യാ ഖറമൽ ഖുറമാ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും. ഏ പരിശുദ്ധരിൽ പരിശുദ്ധരെ, ബഹുമാന്യരിൽ ബഹുമാന്യരെ, അങ്ങയുടെ ഹൃദയദേശത്ത് അങ്ങയുടെ മട്ടുപ്പാവിൽ പാവപ്പെട്ട ഉമർ വന്നു നിൽക്കുന്നു നബിയേ. അങ്ങയുടെ ഹൃദയ കവാടത്തിന്റെ മുമ്പിൽ കണ്ണുനീരിന്റെ ബാഷ്പാഞ്ജലി അർപ്പിച്ചിട്ട് ഈ പാവം ഉമർ അങ്ങയുടെ ഔദാര്യം പ്രതീക്ഷിക്കുന്നു നബിയേ. ഒന്ന് തുറക്കുമോ അങ്ങയുടെ ഹൃദയ കവാടം, ഒന്ന് തുറന്നു തരുമോ അങ്ങയുടെ ഹൃദയ കവാടം. നബിയെ, അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിൽ ഈ പാവപ്പെട്ടവനൊരു സ്ഥാനം നൽകുമോ നബിയെ. അതിനായി ഇവന്റെ കണ്ണുകൾ ഇങ്ങനെ സജലങ്ങളായി കവിളിടങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് നബിയെ എന്ന് പാടിത്തന്ന മഹാനായ ഉമറുൽ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ സിയാറത്തിന്റെ പുണ്യം നമുക്ക് അല്ലാഹു തരട്ടെ. മൻ സാറനി വജബതു ലഹു ശഫാഅതി. എന്നെ ആരെങ്കിലും സന്ദർശിച്ചാൽ, സിയാറത്ത് ചെയ്താൽ അയാൾക്ക് നിർബന്ധമായി എന്റെ ശുപാർശ അയാൾക്ക് നിർബന്ധമായി പോയി. ഒരു മാറ്റമില്ല. അവിടെ ചെന്ന് സിയാറത്ത് ചെയ്തു കരഞ്ഞവന് നാളെ ഹബീബിന്റെ കൂടെ പാർക്കാനുള്ള സ്വർഗം നിർബന്ധമായിരിക്കുന്നു എന്നാണ് ഇവിടെ ബഹുമാനായ ബഷീർ സാഹിബ് സൂചിപ്പിച്ച പോലെ അവിടെയും ഒരു സ്വർഗഭവനം, അവിടെ ഒരു സ്വർഗപ്പൂവാടി, അവിടെ മാബൈന മിംബരി വഖബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു പരിശുദ്ധമായ തോട്ടമുണ്ട് അവിടെ. ഹബീബിന്റെ ഖബറിന്റെയും ഹബീബിന്റെ പരിശുദ്ധമായിട്ടുള്ള മിമ്പറിന്റെയും ഇടയിലായി കുറഞ്ഞൊരു സ്ഥലം. അല്ലാഹു ഇതിനൊക്കെ തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടിപ്പോകല്ല, അതിനൊക്കെ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്
അങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, ആ യാത്രയുടെ കണ്ടീഷനിൽ നിന്നിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്, അങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് ദുൽഹുലൈഫയിൽ വെച്ച് അബിയാർ അലി എന്നാണ് ഇപ്പൊ അവിടെ പറയാ, അവിടെ ചെന്ന് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇഹ്റാം ചെയ്യുന്നു. എന്താണ് അപ്പോ? നവൈതുൽ ഹജ്ജ ലില്ലാഹി തആല വ അഹ്റംതു ബിഹി. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ കുളിയും അതിനു മുമ്പുള്ള തയ്യാറെടുപ്പുകളും സുഗന്ധം പുഷ്പമൊക്കെ കഴിച്ച് അതിനുശേഷം ഈ ഇഹ്റാമിന്റെ വസ്ത്രത്തിലേക്ക് മാറി നാം ഹജ്ജിനൊരുങ്ങുകയാണ്. അള്ളാഹു ഹജ്ജ് സ്വീകരിക്കട്ടെ, അള്ളാഹു ഹജ്ജ് സ്വീകരിക്കട്ടെ. അവിടെ നിന്ന് നമ്മൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുകയാണ്. ഇതേപോലെ നമ്മൾ അതിന്റെ എല്ലാ പരിശുദ്ധിയോടുകൂടെ മിക്കവാറും നേരെ മിനയിലേക്കായിരിക്കും യാത്ര. കാരണം മിക്കവാറും ദുൽഹിജ്ജ ഏതാണ്ട് 6 or 7 ഒക്കെ ആയിട്ട് നമ്മൾ നേരെ മിനയിലേക്കായിരിക്കും പോവുക. 8 പോകണമെന്നാണ് സുന്നത്തായി പറഞ്ഞിട്ടുള്ളത്. ആ ദിവസം യൗമു തർവിയ എന്നാണ് പറയാ. എല്ലാം വെള്ളമൊക്കെ കോരിയിട്ടാണ് അറബികൾ വെള്ളം, ദാഹത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ കോരി അതെല്ലാം ശേഖരിച്ചിട്ടാണ് പഴയ കാലത്ത് അറബി പോയത്. ഇന്നങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളമൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് തർവിയത്തിന്റെ ദിവസം എന്ന് പറഞ്ഞത്. ആ 8ാമത്തെ ദിവസത്തിന് മുമ്പേ മിക്കവാറും അവിടെ ചെല്ലും. നമ്മൾ മിനയിൽ പാർക്കും. മിനയിൽ നിന്ന് 9ാമത്തെ ദിവസമാണ് അറഫ. അൽ ഹജ്ജു അറഫ. അറഫ എന്ന് പറഞ്ഞത് തന്നെയാണ് ഹജ്ജ്. അതിനാണ് നമ്മൾ പോണത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിളിയാളം കേട്ട ഹജ്ജിനായി, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ പോകാൻ മിക്കവാറും ആ യാത്ര ഉച്ചക്ക് ശേഷമുള്ള നിരന്തരമായി അറഫയിലെ പ്രാർത്ഥന, അറഫയുടെ അതിർത്തിയൊക്കെ ഓർക്കണം. അതൊക്കെ നിങ്ങൾക്ക് പേടിക്കേണ്ടി വരില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട അമീറുമാർ അതെല്ലാം കൃത്യമായി ചെയ്ത് അവിടെ ടെന്റുകളിൽ എത്തിക്കും ഇൻഷാ അല്ലാഹ്. പക്ഷെ ഒറ്റ കാര്യം നിങ്ങൾ ഓർക്കണം, ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം, ഉമ്മത്തിന് വേണ്ടി ദ്വാരക്കണം, വേദനിക്കുന്ന കുറെ മനുഷ്യർക്ക് വേണ്ടി ദ്വാരക്കണം. അതിന്റെ തൊട്ടടുത്ത് കുറച്ചുകൂടി ദൂരം യാത്ര ചെയ്താൽ, കിലോമീറ്ററുകൾക്കപ്പുറം ഒരു കടല് കടന്നു പോയാൽ അവിടെ കുറെ കുഞ്ഞുങ്ങൾ സ്വന്തം ശരീരത്തിൽ പേരെഴുതി വെച്ച് നാളെയോ അതിന്റെ പിറ്റെന്നോ മരിച്ചാൽ ആ മൃതദേഹം, ആ മയ്യത്തിന് അടയാളം കുറിക്കാൻ വേണ്ടി മാത്രമായി സ്വന്തം ശരീരത്തിൽ പേരെഴുതി വെച്ച് കാത്തിരിക്കുന്നുണ്ട്. എന്നാണോ ഒരു ബോംബാക്രമണത്തിലേക്ക് തകർന്നു പോകുന്ന തന്റെ ശരീരത്തിന്റെ ആ ചിന്നിച്ചിതറി പോയിട്ടുള്ള മാംസ കഷ്ണങ്ങളിൽ നിന്ന് എവിടെയെങ്കിലും എന്റെ പേര് കുത്തിവെക്കപ്പെട്ടു പോയാൽ ആ ഓർമ്മകൾ എങ്ങാനും എന്റെ ഖബറിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടാകുമല്ലോ എന്ന ഒറ്റ തിരിച്ചറിവിന്റെ പേരിൽ സ്വന്തം പേരെഴുതി വെച്ച് മരണം കാത്തു നിൽക്കുന്ന കുറെ കുഞ്ഞുങ്ങൾ പലസ്തീനിലെ ഗസയിലുണ്ട്. ഇമാം ഷാഫി ജനിച്ച ഗസയിൽ. ഓർക്കാതെ പോയാൽ നിങ്ങൾക്ക് അറഫ കിട്ടൂല എന്ന് ഞാൻ ഓർത്ത് പറയുന്നു. കാരണം അത് ഓർക്കണം, മുഅ്മിനീങ്ങളെ, ആ വേദന ഓർക്കണം. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ കഷ്ടപ്പെട്ടു പോകുന്ന മുഅ്മിനീങ്ങൾ, ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടു പോയ അജ്മീർ എന്ന് പറയുന്ന പരിശുദ്ധമായിട്ടുള്ള ആ മസാറിന്റെ പ്രദേശത്തിന്റെ ഒരു പ്രാന്തങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട മസ്ജിദിൽ കടന്നുറങ്ങുമ്പോ മുഖം മൂടി ധരിച്ചിട്ട് ഓടിച്ചെന്നിട്ട് തകർത്തു കളഞ്ഞ ഒരു ജീവിതം പോലെ തകർന്നു പോകുന്ന ജീവിതങ്ങൾ. എന്നാണോ തന്റെ ജീവിതം എന്ന് അറിയാതെ ജീവൻ ചേർത്ത് പിടിച്ച് നടക്കേണ്ടി വരുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ. ഓർക്കണം മുഅ്മിനീങ്ങളെ, ഈ സൗകര്യങ്ങളൊന്നും ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ ഇല്ലാട്ടോ. ഈ സൗകര്യമൊക്കെ കിട്ടിയവരെയും കൂടി ഓർക്കണം, നമുക്കിത് തന്നവരെയും ഓർക്കണം, ഇതൊക്കെ തരാൻ വേണ്ടി കഷ്ടപ്പെട്ടവരെ ഓർക്കണം. അതിനുവേണ്ടി രാഷ്ട്രീയ സാമൂഹിക ജീവിതങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാന്മാർ, മഹാനായ ഹൈദവില്ലത്തിന്, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ, മഹാനായ കുക്കോയ തങ്ങളെ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ, മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ, മഹാനായ തണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ, മഹാനായ ശംസുൽ ഉലമയെ, മഹാന്മാരായ നമ്മുടെ ഉലമാക്കളെ, മഹാന്മാരായ നമ്മുടെ സദാത്യങ്ങളെ, അള്ളാഹു നമുക്ക് മുന്നേ നടന്നു പോയവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തിന്റെയും മർഹമത്തിന്റെയും സ്വർഗീയ കവാടം കൊടുക്കട്ടെ. ജീവിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവർക്ക് ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓർമ്മകൾ ഉണ്ടാകണം. അറഫയുടെ ഓരോ നിമിഷങ്ങളിലും കൈ ഉയർത്തിയിട്ട് പൊട്ടിക്കരയുമ്പോൾ നിങ്ങളുടെ ഹൃദയം കരഞ്ഞു പോകുന്ന ഓരോ കണ്ണുനീരും കഴുകി കളയുന്നത് പാപങ്ങൾ മാത്രമല്ല, സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ ഓരോ തടസ്സങ്ങളാണ്. എല്ലാ തടസ്സങ്ങളും നീക്കിയ അറഫയ മൈതാനിയിൽ നിന്നുകൊണ്ട് ആയിരങ്ങളല്ല ലക്ഷങ്ങൾ അവിടെ നിന്ന് ദ്വാരക്കുമ്പോൾ കൂടെ ഞങ്ങളെയും കൂടി ഓർത്തിട്ട് ദ്വാരക്കണം. അറഫ അവസാനിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് സ്വാഭാവികമായും അറഫയിൽ നിങ്ങൾ പോരുന്നത് എല്ലാം അവസാനിക്കുന്ന ഒരു രാത്രി തീർക്കാൻ പോകാൻ, അതായത് 9 അവസാനിക്കുന്ന മഗ്രിബ് തുടങ്ങാൻ പോകാൻ. ജീവിതത്തിന്റെയും സായാഹ്നം പോലെയാണ് ഓരോ നിമിഷങ്ങളും കേട്ടോ. ചിന്തിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. നമസ്കാരം പോലും നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ദീൻ നിങ്ങളുടെ ഓരോ നിമിഷത്തെയും ജീവിതത്തെയും ചേർത്ത് വെച്ചിട്ടാൽ. മഗ്രിബ് മരണമാണ്, മഗ്രിബ് ഒരു പകലിന്റെ മരണമാണ്. ആ പകല് മരിച്ചു പോകുന്നത് പോലെ അറഫയിൽ നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കാൻ
എന്നിട്ട് നമ്മൾ മറ്റൊന്നിലേക്ക് തുടങ്ങാൻ പോകാൻ അത്രയും സമയം അവിടെ നിൽക്കൽ, അറഫയിൽ നിൽക്കല് ഈ ളുഹറിന് ശേഷമുള്ള സമയം നിർബന്ധമാകുന്നത് പോലെ തന്നെ വാജിബായ ഒരു കാര്യമാണ്. അസ്റും മഗ്രിബും കൂടി അവസാനിക്കുന്ന സമയം, അതായത് രാവും പകലും ചേരുന്ന സമയം, ആ സമയത്ത് വാജിബായ ഒരു നിർത്തുണ്ട് എന്ന് പറഞ്ഞാൽ മഗ്രിബോട് കൂടി അവിടെ നിന്ന് പോരാ. മഗ്രിബോട് കൂടി ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ മഗ്രിബ് നമസ്കാരം യാത്രയിൽ എവിടെയെങ്കിലും ആവാം. മഗ്രിബ് യാത്രക്കാരെന്ന് നിരക്കാണെങ്കിൽ മഗ്രിബും ഇശാവും കൂടി ജമാഅത്ത് നിസ്കരിക്കാം. നിങ്ങൾ മുസ്ദലിഫയിലേക്ക് പോകും. മുസ്ദലിഫയിലെത്തും. മുസ്ദലിഫ എന്ന് പറയുന്നിടത്ത് രാത്രി 12 മണിക്ക് ശേഷമുള്ള ഒരല്പസമയം നിന്നാലും നിങ്ങൾക്ക് വാജിബുകൾ പൂർത്തിയായി. പക്ഷെ അവിടെ സുബഹി നമസ്കാരത്തിന്റെ സമയം വരെയും അവിടെ തന്നെ പാർക്കണമെന്നാണ്. അതാണ് ഏറ്റവും നല്ലത്. കാരണം ഖുർആൻ സുന്നത്തായി പറഞ്ഞ, ഖുർആൻ പ്രത്യേകം നിർദ്ദേശം ചെയ്ത ഒരു പ്രത്യേക സുന്നത്ത് കൂടിയാണ് അങ്ങനെ ചെയ്യൽ. പക്ഷേ നിങ്ങൾ അങ്ങനെ നിർബന്ധിച്ച് നിൽക്കുകയും വേണ്ട. കാരണം ഒരു പക്ഷേ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ യാത്രാ സമയങ്ങൾ അതിനു മുമ്പേ തന്നെ നിശ്ചയിക്കപ്പെടാം. അപ്പൊ പറയാം ഉസ്താദ് അന്ന് വഴുത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒന്നും പറയണ്ട, തൽക്കാലം ഒന്ന് കേട്ടാൽ മതി. ഞാനിത് പറഞ്ഞത് അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ. ചില കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞു പോയില്ലെങ്കിൽ അത് ഇങ്ങനെ ഒന്നുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ രണ്ടാമത് ഡിമാൻഡ് ഇങ്ങനെയും കൂടി പറയാൻ കാരണം ഇത് നമ്മുടെ യാത്രയിൽ ഉണ്ടാകാവുന്ന തടസ്സങ്ങളാണ്. അവിടെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. പക്ഷെ മഷ്അറുൽ ഹറാമിൽ സുബഹ് കഴിഞ്ഞതിന് ശേഷമുള്ള വെളിച്ചത്തിൽ നിന്ന് ദുആ ചെയ്തിട്ടുള്ള ഒരു നടത്തൊക്കെയാണ് പൂർണ്ണമായ അതിന്റെ സുന്നത്തിലേക്ക് വരുന്നത്. അപ്പൊ വാദി മുഹസ്സർ കാണുമ്പോൾ അവിടെ പെട്ടെന്ന് ഓടിപ്പോയി അങ്ങനെയാണ് മിനയിലേക്ക് ചെല്ലേണ്ടത്. പക്ഷെ അങ്ങനെയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാകണം നിങ്ങളുടെ യാത്ര എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ബസ്സിലായിരിക്കും ആ സമയത്ത് അതിനാവശ്യമായിട്ടുള്ള യാത്രാ റൂട്ടുകൾ നിർണ്ണയിക്കപ്പെടാം. അത് ആ അമീർ എന്താണോ പറയണത്, അമീർ നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കാനല്ല കൊണ്ടുപോകുന്നത്. അമീർ നിങ്ങൾക്ക് ഏറ്റവും പൂർണ്ണമായ അമല് പൂർത്തിയാക്കി തരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആമന്ന വസല്ലംന വഅതഅന എന്നു തന്നെ പറഞ്ഞുകൊണ്ടാണ് പോകേണ്ടത്. അല്ല മുലേരെ അന്ന് ആ ഉസ്താദ് എടുത്തത് ഇങ്ങനത്തെ ക്ലാസ് ആണെന്നൊന്നും പറഞ്ഞ് നിങ്ങളവിടെ ലേറുണ്ടാക്കാൻ പോകരുത് എന്ന് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാൻ പറയാൻ കാരണം അതൊക്കെ പ്രത്യേകം അടയാളപ്പെടുത്താൻ വേണ്ടിയാണ്. മുസ്ദലിഫയിൽ ചെന്നു. മുസ്ദലിഫയിൽ നിന്നാണ് നിങ്ങൾ കല്ല് പെറുക്കേണ്ടത്. ചെറിയ കല്ലൊക്കെ ആവണം. ഈ വലിയ കല്ലെടുത്ത് എറിഞ്ഞ് ആരുടെ തല പൊട്ടിക്കാനൊന്നുമല്ല അവിടെ പോണത്, ഒരാളെ ഓടിക്കാനുമല്ല. കൊച്ചു കൊച്ചു കല്ലുകൾ പെറുക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഏകദേശം 80 കല്ലൊക്കെ വേണമെങ്കിൽ എടുത്തോളൂ. അതായത് നമുക്ക് വേണ്ട കല്ലിന്റെ കണക്ക് പറയുകയാണെങ്കിൽ 21 + 21 + 21 + 7 ആണ് എന്ന് പറഞ്ഞാൽ എത്ര കല്ലായി? 70 കല്ലായി അല്ലേ? ആ 70 കല്ലാണ് നമുക്ക് വേണ്ടത്. പക്ഷെ കുറച്ച് കല്ലുകൾ കൈ പിടിച്ചാൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലൊക്കെ പോകണ്ട. ആ നിലക്ക് ഈ കല്ലുകളും കൂടി പിടിച്ചിട്ട് അത് കഴുകി സൂക്ഷിച്ച് കൈ പിടിച്ച് അങ്ങനെ മുസ്ദലിഫയിൽ നിന്ന് നമ്മൾ നേരെ ഈ പരിശുദ്ധ പെരുന്നാളിന്റെ ദിവസം യൗമുൻ നഹർ പെരുന്നാളിന്റെ ദിവസം നമ്മൾ ഇങ്ങനെ പോകാണ്. അവിടെ അമീർ എന്താണ് പറയുന്നത് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ ചെയ്യാവുന്നത് ജംറത്തുൽ അഖബയിലേക്ക് ചെല്ലാം. ജംറത്തുൽ അഖബയിൽ എറിയാം. ജംറത്തുൽ അഖബയിൽ എറിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുഭാഗം കഅബയാണ്, വലതുഭാഗം മിനയാണ് കേട്ടോ. അപ്പൊ ഇടതുഭാഗം കഅബയിലേക്കും വലതുഭാഗം മിനയിലേക്കുമാക്കി 7 കല്ലുകൾ ഒറ്റയടിക്കിടല്ല, ഓരോന്നോരോന്നായി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നൊക്കെ ചൊല്ലി അങ്ങനെ ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ആ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ ഓരോന്നോരോന്നായി തടത്തിലിടുക. തടത്തിൽ തന്നെ ഇടുക എന്ന് പറഞ്ഞാൽ വല്ലാതെ എറിയുന്ന, സൂക്ഷിച്ചിടുക. അതിനൊക്കെ അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ നേതാക്കൾ അതിന് ബന്ധപ്പെട്ട ആളുകളൊക്കെ ചെയ്തു തരും ഇൻഷാ അല്ലാഹ്. അതിലൊന്നും ഒരു ബേജാറിന്റെ ആവശ്യമൊന്നുമില്ല. ആ പറയുന്ന പോലെ കേൾക്കുക. അങ്ങനെ ഒന്നാമത്തെ ദിവസം അത് മാത്രമേ ഉള്ളൂ. ആ ജംറയിൽ എറിയത് മാത്രമേ ഉള്ളൂ. ജംറയിൽ എറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ സൗകര്യപ്പെട്ടാൽ ചെയ്യാവുന്നതും അമീറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഞാൻ ഡിമാൻഡ് ചെയ്ത് പറയുന്ന ഒരു കണ്ടീഷൻ അതാണ്. കാരണം ഇതിലൊക്കെ യാത്രാ സൗകര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് അവിടെ അമീർ പറഞ്ഞു തരും. പക്ഷെ അന്നത്തെ ദിവസത്തിന്റെ അമല് പറഞ്ഞതേ ഉള്ളൂ. ജംറത്തുൽ അഖബയിൽ എറിയാം, വേണമെങ്കിൽ മുടി മുറിക്കാം. തൽക്കാലം നമ്മൾ ഒന്നാമത്തെ തഹല്ലുൽ, 2 തഹല്ലുൽ അപ്പം ഉണ്ടാവുന്നുണ്ട്. ഒന്നാമത്തെ തഹല്ലുലിലേക്ക് നമുക്ക് എത്തി. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു സൗകര്യം കിട്ടും. വസ്ത്രമൊക്കെ ഒന്ന് മാറാം, നല്ല ഷർട്ടും കൊണ്ടൊക്കെ ഇടാം, നല്ല ഉഷാറായിട്ട് കയ്യും കാലൊക്കെ ഒന്ന് മറക്കാം. വേണമെങ്കിൽ അതിനുശേഷമാണ് ഇഫാദത്തിന്റെ തവാഫ്. അന്ന് തന്നെയാണ് നല്ലത്. പക്ഷെ അന്ന് പോകാൻ അമീർമാർ മിക്കവാറും പറയാറില്ല. കാരണം അന്ന് പോയാലും പിന്നെ ചിലപ്പോൾ ജീവനോടെ കിട്ടിയെന്നും വരില്ല. കാരണം അത്ര തിരക്കായിരിക്കും. അതുകൊണ്ട് അന്ന് പോകണമെന്ന് നിർബന്ധിക്കരുത്. അമീർ എന്താണോ പറയുന്നത് അതനുസരിച്ച് മാത്രം കേൾക്കുക. അന്ന് ഒറ്റപ്പെട്ട് പോയിട്ട് കൂട്ടത്തിൽ തെറ്റിപ്പോയി അവസാനം 2 ദിവസം കൂടെയൊക്കെ അമീർ കാത്തിക്കേണ്ടി വരുന്ന ഗതികേട് നിങ്ങൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് അതെല്ലാം പുരുഷന്മാർ. ചില ആളുകൾ പറയും ഞാൻ എന്നെ പൊയ്ക്കോളാം, ഞാൻ തന്നെ തിരിച്ചു വന്നോളാം എന്നൊക്കെ പറയും. പക്ഷെ അത് കൂട്ടം തെറ്റലാണ്.
കൂട്ടം തെറ്റുന്നത് ചെന്നായ പിടിക്കാനുള്ള സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ കൂട്ടം തെറ്റിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആളോടെ കാത്തിക്കുണ്ടാവും. അതാണ് അപ്പൊ കൂട്ടം തെറ്റാതെ തന്നെ പോവുക. അതുകൊണ്ട് അന്നത്തെ ദിവസം തവാഫുണ്ട്, എന്നത്തെ ദിവസത്തേക്കോ ആ തവാഫുണ്ട്. അതാണ് കൂടി ശ്രദ്ധിക്കുക. അതായത് അതിന് പ്രത്യേക ദിവസമില്ല. പക്ഷെ ഇഫാദത്തിന്റെ തവാഫിന്റെ ദിവസം അന്ന് ആ തവാഫ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സുഖം എന്ന് ഞാൻ പറയാൻ കാരണം, ഈ പറയപ്പെട്ട രീതിയിൽ തഹല്ലുലായാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മറക്കാവുന്നതൊക്കെ മറച്ചിട്ട് വേണമെങ്കിൽ ഒരു മേൽമുണ്ട് എടുത്തിട്ട് ഇതേപോലെ ഈ ഇൽത്തിബായിന്റെ സ്വഭാവത്തിൽ ഇടുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള തവാഫ് ചെയ്തിട്ട് സയ്യം കൂടി ചെയ്താൽ പിന്നെ അവസാനം എന്തായി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ തഹല്ലുലായി കഴിഞ്ഞു. ആ അവസ്ഥയിലേക്ക് എത്താം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ ഒരു പ്രശ്നം ഇല്ല എന്നേ ഉള്ളൂ. അവരെയും സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ജംറത്തുൽ അഖബയിൽ എറിഞ്ഞ് ഇതേപോലെ മുടി മുറിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇഫാദത്തിന്റെ തവാഫിന് സൗകര്യപ്പെട്ട അമീർ നിർദ്ദേശിക്കുന്ന പ്രകാരം നിങ്ങൾ തവാഫ് ചെയ്ത് സഅയും ചെയ്തു പോന്നാൽ നിങ്ങൾ രണ്ടു തരത്തിലും തഹല്ലുലായി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ പരസ്പരം പിന്നെ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അടുത്തിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാം. പിന്നെ കുറച്ചുകൂടി നല്ലതാണ് എന്ന് മഹാന്മാർ പറയുന്നു, അയ്യാമു തസ്രീഖും കൂടി ഒന്ന് പിടിച്ചേക്കാം. അതുവരെയുള്ള സമയത്ത് കൂടി ആ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് പിടിച്ചേക്കുക. കാരണം ആ സമയം വരെ പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹബന്ധങ്ങളൊന്നും തൽക്കാലം മാറ്റിവെക്കാം എന്ന് പറഞ്ഞാൽ അതുവരെ വേണമെന്നല്ല, പക്ഷെ നല്ലതാണ്. അയ്യാമു തസ്രീഖ് കൂടി കഴിയാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മിനാ പാർക്കലിന്റെ രാത്രികൾ കൂടി കഴിയാം. മിനാ പാർക്കലിന്റെ രാത്രി നിർബന്ധം ആണ്, വാജിബാണ്, ഹജ്ജിന്റെ വാജിബുകളിൽപ്പെട്ടതാണ്. ഈ 3 ദിവസമാണ് നമുക്ക് കല്ലേറുള്ളത്. ഈ 3 ദിവസം വേറൊരു അമലും വേറൊന്നുമില്ല. അതിന്റെ അർത്ഥം നമുക്ക് നാട്ടിലെ മുഴുവൻ പ്രശ്നങ്ങളും പറയാം, എല്ലാവരെയും മാംസം തിന്നാം, സകല കുഴപ്പങ്ങളും ഉണ്ടാക്കാം. അതിനൊക്കെ അനുവദിക്കപ്പെട്ട ദിവസമായിട്ട് വന്നു അല്ലേ? ദിവസം ഫ്രീ ആണ്, ഒരു പണിയില്ല, ടെന്റിൽ ഇരിക്കാം. അവസാനം അമീർ പറയും നമുക്ക് എറിയാൻ പോവാല്ലേ, എറിയാൻ പോവാം. അങ്ങനെ എറിയാൻ പോവാം, എന്നിട്ട് എറിയാം. ആ 3 ദിവസം പണിയില്ല. പടച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാക്കട്ടെ. ഈ 3 ദിവസം ഞാൻ ഈ പറഞ്ഞ മാതിരി ശൈത്താന്റെ കൂട്ടുണ്ടാവും. ആ ദിവസങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിനെ പേടിച്ച് നിങ്ങൾക്ക് ഖുർആൻ ഓതി ഖത്മു തീർക്കാനൊക്കെ പറ്റും. അത് മാത്രം ചെയ്യാം. സ്വലാത്തില്ല, ദിക്റില്ല, ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അത് ആ സമയം മുഴുക്കെ, ഈ 3 ദിവസത്തെ സമയം മുഴുക്കെ ഒരു പണിയില്ലാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യും. സ്വാഭാവികമാണ്, ചെയ്യരുത്. പരമാവധി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മസ്ജിദുൽ ഖൈഫ് ഉണ്ടാവും. മഹാന്മാരായ എല്ലാ പ്രവാചകന്മാരും നിസ്കരിച്ച പള്ളിയാണ്. ആ പള്ളി പോയി ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റിയെങ്കിൽ നിസ്കരിക്കാം. സമയവും സന്ദർഭവും അമീർമാരുടെ പ്രത്യേക നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് അവിടെ പോയി ജമാഅത്ത് നിസ്കരിക്കാം. പരമാവധി ഇബാദത്തുകളെ നടത്താം. നോമ്പില്ലല്ലോ, നോമ്പും നമുക്ക് പറ്റൂല. കാരണം 3 ദിവസവും അയ്യാമു തസ്രീഖാണ്, യൗമുൻ നഹറും, പിന്നെ 3 ദിവസം, അങ്ങനെ 4 ദിവസം നോമ്പ് ഹറാമാക്കപ്പെട്ട ദിവസമാണ്. പക്ഷെ ആ ദിവസങ്ങൾ ഒരു കാരണവശാലും കളയരുത്. കാരണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷ നിങ്ങൾ മനസ്സിലാക്കണം. ആ ദിവസങ്ങളിൽ കുഴപ്പാക്കി അവസാനം ഹജ്ജൊക്കെ കളഞ്ഞിട്ടുണ്ട് പോയി, ഹജ്ജ് കളഞ്ഞിട്ട് പോയി. ആ സമയത്ത് തർക്കം ഉണ്ടായപ്പോ ഒരിക്കൽ ഞാൻ പറഞ്ഞതാണ്, ഹജ്ജാട്ട പോണത്, ഹജ്ജ് പോയാലും വേണ്ടില്ല, ഇന്ന് ഞാൻ വരെ ശരിയാക്കുന്നത്, ഹജ്ജൊക്കെ പിന്നെ ഇന്ന് ഇതിന്റെ കാര്യം ശരിയാക്കിയിട്ടുള്ളത്. പഠിച്ചോന്ന് കൊടുത്തിരുന്നത് ഞാൻ പറയില്ലെന്ന് പറയുമ്പോഴും അത് പറഞ്ഞ ആളുകൾ കേട്ടത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ, ഞാൻ എന്റെ ചെവികൊണ്ട് കേട്ടത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അത് എത്തിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ആയത്ത് തന്നെ ഞാൻ വീണ്ടും അതാണ്, ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ ഈ 3 കാര്യങ്ങൾ മാറ്റി വെച്ചാൽ മതി. തർക്കം, ലൈംഗികമായ ചിന്തകൾ, പാപബോധങ്ങൾ, ഈ 3 കാര്യങ്ങളെ മാറ്റി വെച്ചോളൂ. അത് പാടേയില്ല എന്നാണ് ആ അറബി പ്രയോഗത്തിന്റെ ശൈലി. അതാണ് അലാമിനെ തബരിയത്തിന്റെ ലാന്ന പറയാ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമേ പാടില്ല, ആ വർഗത്തിൽപ്പെട്ട ഒരു കാര്യം പാടില്ല, ആ സ്വഭാവത്തിൽപ്പെട്ട ഒരു പരിപാടിയും പാടില്ല. അപ്പൊ ഈ 3 കാര്യത്തിൽ ഒരു സംഭവവും പാടില്ല. അത്തരത്തിൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ അയ്യാമു തശ്രീഖിൽ നമുക്ക് ചെയ്യാവുന്ന പണി ഇതാണ്. ആ ദുഹർ നമസ്കാരത്തിന് ശേഷം ചില ആളുകൾ നമ്മുടെ ഒന്ന് പറയാൻ കിട്ടും, നമ്മൾ രാവിലെ പോയി സുബഹിൻ കഴിഞ്ഞപ്പോൾ തന്നെ കാണിച്ചത് ഒരു മനുഷ്യണ്ടായില്ല, നല്ല സുഖമായിട്ട് പിന്നെ ഏറോട്ട് കഴിച്ചിട്ട് പോകുന്നു പറയും. അങ്ങനെ വേണമെങ്കിൽ പോവാം. എപ്പോഴാണെന്നറിയാം, തലേന്നത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് പോയി ചെയ്യാം. അതല്ലാതെ ചില സഹോദരന്മാർ അങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, രാവിലെ പോയപ്പോൾ നല്ല സുഖമായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ദുഹറിന് ശേഷം മാത്രമാണ് ഏറിന്റെ സമയമാവുക. 1ാമത്തെ ഏറിന്റെ സമയം അയ്യാമു തശ്രീഖിന്റെ 1ാമത്തെ ദിവസത്തെ ദുഹറിന് ശേഷമാണ് വരുന്നത്. അപ്പൊ ദുഹറിന് ശേഷമേ അവിടെ പോകേണ്ടത്. അതിന് മുമ്പ് പോയിട്ട് എറിഞ്ഞ്
എറിഞ്ഞതൊക്കെ എല്ലാം കാര്യമായിട്ട് അറിഞ്ഞെങ്കിൽ അതിനൊക്കെയുള്ള ശാരീരികമായിട്ടുള്ള ഒരു അഭ്യാസത്തിന്റെ പ്രതിഫലം കിട്ടും ശരീരത്തിന്, വേറൊന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യരുത്, അതിനുവേണ്ടി പോകണ്ട. മറിച്ച് ളുഹറിന് ശേഷം പോയിട്ട് ഇതേപോലെ 3 കല്ലുകളിലാണ് എറിയേണ്ടത്. അൽ-ലൂല, അൽ-വുസ്ത, അൽ-കുബ്ര, അതായത് അൽ-അഖബ. ഈ 3 കല്ലുകളാണ്. ഈ 3 കല്ലുകളിൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി വേണമെങ്കിൽ ചെയ്യാം. ഖിബലയിലേക്ക് അഭിമുഖമായിട്ട് എറിയാം, അല്ലെങ്കിൽ ഖിബലയെ ഇങ്ങനെയാക്കിയിട്ട് എറിയാം. ഈ 7 കല്ലുകൾ എറിയുക. ഒന്നാമത്തേല് ദ്വാർക്കണം കഴിഞ്ഞിട്ട്, രണ്ടാമത്തേലും ദ്വാർക്കണം കഴിഞ്ഞിട്ട്, മൂന്നാമത്തേല് ദ്വാർക്കണ്ട. കാരണം അവിടെ വലിയ ശൈത്താനാണ് സാറിന് പറയുന്നത്. അവിടെ ദ്വാരൊന്നുമില്ല, തൽക്കാലം അവിടെ പോവില്ല. ഈ രീതിയിൽ 7 കല്ലുകൾ. മനസ്സിലായില്ലേ? ഏകദേശം മനസ്സിലായില്ലേ? ഒരു ഓട്ടപ്രദക്ഷിണാണ് ഇന്ന് ചെയ്തത്. കാരണം അല്ലാതെ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരാൻ ഏതായാലും ഈ ക്ലാസ് പറ്റൂല, നിങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു ആത്മീയ വശവും കൂടി ഈ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ഈ രീതിയിൽ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ഹജ്ജ് പൂർത്തിയായി. ഇനി അവിടുന്ന് പോരാണെങ്കിൽ ആ പരിശുദ്ധ കഅബത്ത് ശരീഫയുടെ മുമ്പിൽ ചെന്ന് അവിടെ ചെന്ന് ഒരു തവാഫുൽ വിദാ ഉണ്ട്. വേദനയോടെ അങ്ങോട്ട് ചെല്ലാം. നേരത്തെ റൗദയിൽ പോരുമ്പോഴും ചെയ്യേണ്ട ഒരു വിദാ ഉണ്ട്. ആ വിദാ തവാഫൊന്നും ഇല്ലെങ്കിലും ഹബീബിനോട് വിട പറയലാണ്. വിട പറച്ചിൽ വല്ലാത്തൊരു വിട പറച്ചിലാണ്. ഇവിടെ അതുപോലെ കഅബയിൽ നിന്ന് വിട പറയലാണ്. 132 കിലോമീറ്റർ അകലേക്ക് പോകുന്ന ആരും ചെയ്യേണ്ട ഒരു ബാധ്യതയാണത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇത് ഹജ്ജിന്റെയും ഉംറയുടെയും വാജിബാത്തിൽപ്പെട്ടതാണ് ഇന്നത്തെ തവാഫ്, അല്ല ആ തവാഫ്. അതുകൊണ്ട് ഈ തവാഫ് ഇതാ അത് വിട പറയാനുള്ള തവാഫ് കൂടി നമ്മൾ ചെയ്യും. പരിപാടി ഓക്കെ ആയതിനു ശേഷമാണ് നമ്മൾ ആ തവാഫ് ചെയ്യുന്നത്. ആ തവാഫ് ചെയ്തിട്ട് പറയണം, പഠിച്ചോനെ ഇനി ഈ കാലിവിടെ കുത്താൻ കഴിയാത്ത വിധം അവസാനിപ്പിക്കരുതേ, ഇനിയും വരാൻ എനിക്ക് തൗഫീഖ് ചെയ്യണം ദ്വാരന്ന് തിരിച്ചു പോരുമ്പോ അൽഹംദുലില്ലാഹ് റജഅ കയൗമ വലദതുഹു, ഉമ്മ പ്രസവിച്ച ദിവസം പോലെയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹജ്ജിമാരെ അങ്ങനത്തെ ഒരു ദിവസം നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റജഅ കയൗമ വലദതുഹു, ഉമ്മ പ്രസവിച്ച അന്നത്തെ ദിവസത്തിന്റെ സുഗന്ധം, നിഷ്കളങ്കത അല്ലാഹു അതിന് തൗഫീഖ് നമുക്ക് തരട്ടെ. ആ നിലക്ക് തിരിച്ചു പോരാൻ ഞാൻ പൂർണ്ണമായി പറഞ്ഞു എന്ന് വിചാരിക്കല്ല, ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയതാണ്. തവാഫ് ചെയ്യുന്നത് പോലെ ഒന്നിങ്ങനെ എൻ്റെ ഓർമ്മകളിലൂടെ മാത്രം ഞാൻ നടത്തിയിട്ടുള്ള ഒരു കാര്യം. ഇങ്ങനെ നമുക്കെല്ലാം പൂർണ്ണമാക്കി അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് അവിടെ വരുന്ന ഒരു വിഷയത്തിലും നിങ്ങൾ ഇടപെടരുതേ. നിങ്ങളുടെ ഒരു നമസ്കാരത്തിന്റെയും കണക്ക് പറയരുതേ. നിങ്ങൾ ഓതിയതിന്റെ കണക്ക് പറയരുതേ. നിങ്ങളുടെ സുന്നത്ത് നമസ്കാരവും സുന്നത്ത് നോമ്പും ഒക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അതൊന്നും നിങ്ങൾ ആരോടും പറയരുതേ. അതൊന്നും പറഞ്ഞ് നിങ്ങളുടെ കൂലി കളയരുതേ. അല്ലാഹു ഞങ്ങൾ ഓർക്കാൻ നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകം ഓർക്കണം. അങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ തിരിച്ചു കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ലാത്തൊരു മറ്റൊരു തീരുമാനമാണെങ്കിൽ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. 2 പ്രധാനപ്പെട്ടവർ ശഫാഅത്ത് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഒന്ന് ജന്നത്തുൽ മുഅല്ലയാണ്. അവിടെ ഖബറടക്കപ്പെട്ടാൽ അവിടുത്തെ ഏറ്റവും വലിയ കാര്യം പരിശുദ്ധമായ കഅബത്തുൽ ശരീഫ ശഫാഅത്ത് ചെയ്യും. അങ്ങനത്തെ ഒരു ശഫാഅത്ത് കിട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ മറ്റൊരു സ്ഥലമാണ് എല്ലാവരേക്കാളും വലിയവരാണ്, ഈ പ്രപഞ്ചത്തിന്റെക്കാളും വലിയ ശ്രേഷ്ഠതയുള്ള മഹാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ജന്നത്തുൽ ബഖീയിൽ കിടക്കുന്നവർക്ക് അങ്ങനെ ഒരു വലിയ സൗഭാഗ്യമാണ്. ഈ ഒരാഴ്ച മുമ്പ് എൻ്റെ നാട്ടിൽ നിന്ന് പോയ ഒരു സുഹൃത്ത്, വലിയ മുസ്ലിയാരോ പണ്ഡിതനൊന്നുമല്ല, അതേപോലെ ഒരു അരിപ്പൊടിക്കാരൻ, അതായത് സാറിന് അരിയൊക്കെ പൊടിച്ചു കൊടുക്കുന്ന ഒരു കമ്പനി നടത്തിയിരുന്ന ഒരു പാവ മനുഷ്യൻ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്താണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കാര്യം കൂടി ആലോചിക്കണം കേട്ടോ. വലിയ കെട്ടൊന്നും കെട്ടിയിട്ടൊന്നുമല്ല, മനസ്സ് നന്നാവലാണ്. അതുകൊണ്ടാണല്ലോ ഹബീബിന്റെ പരിശുദ്ധമായ അവിടുത്തെ ഹദറത്തിൽ വന്ന് ഒരാൾ ഇരുന്നിട്ട് തിരിച്ചു പോയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന. രണ്ടാമത് വന്നപ്പോഴും ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന. മൂന്നാമത് വന്നിട്ട് തിരിച്ചു പോയപ്പോഴും ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന. അപ്പോ സ്വഹാബി ഇങ്ങനെ ആലോചിച്ചു, എന്തൊരു കാര്യമാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അയാൾ സ്വർഗത്തിലാണെന്നാണ്. അയാളൊന്നും പഠിക്കണമല്ലോ, എത്ര ദിക്റിന്റെ ലക്ഷ്യങ്ങളായിരിക്കാം അയാൾ ചെല്ലുന്നത്, എത്ര ദിക്ർ ചെല്ലണം എന്നായിരിക്കും അയാൾ പറഞ്ഞു തരുന്നത്. ഒക്കെ ഓർത്തു പോയത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുഴച്ചെന്ന് രാത്രി ഇദ്ദേഹത്തിനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. കിടന്നുറങ്ങുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, അത്യാവശ്യം സുന്നത്തൊക്കെ നിസ്കരിക്കുന്നുണ്ട്, അതിലേക്കുള്ള ഒന്നും ചെയ്യണില്ല. ഒടുക്കം 3-ാമത്തെ ദിവസം അദ്ദേഹത്തെ നിരീക്ഷിച്ചും പഠിച്ചും അവസാനം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒന്ന് പഠിക്കാൻ വേണ്ടി വന്നതാണ്, പഠിച്ചിട്ട് ഞാൻ കാര്യമായൊന്നും നേടിയില്ല, പക്ഷേ നിങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന എന്നാണ്, നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താവും എനിക്ക് കാര്യം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ അങ്ങനെ ഒരുപാട് നമസ്കരിച്ചിട്ടില്ല, പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ഞാൻ ഓരോ രാത്രി ഉറങ്ങുമ്പോഴും ഒരു മനുഷ്യനോടും പകയില്ലാത്ത വിധം നിഷ്കപടമായി വിശുദ്ധമായ ഒരു ഹൃദയത്തോടെ ഉറങ്ങാറുണ്ട്.
അങ്ങനെ ഉറങ്ങാൻ എനിക്ക് സാധിച്ചതായിരിക്കാം ഹബീബ് എനിക്ക് നൽകിയ സർട്ടിഫിക്കറ്റിന്റെ കാരണം എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ പ്രധാനപ്പെട്ട യോഗ്യത എന്ന് സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് ഹദീസിൽ കാണാനാകും. അതുകൊണ്ട് സഹോദരന്മാരെ, അതാണ് കേട്ടോ, അത് തന്നെയാണ് ഹാജിയും ചെയ്യേണ്ട കാര്യമാണ്. ഒരാളോടും വെറുപ്പില്ല. അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ പോയി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പ്രിയപ്പെട്ട ബഷീർ സാഹിബിനെ ഞാൻ വിളിച്ചു. അദ്ദേഹം അവിടെ വെച്ച് മരിച്ചപ്പോൾ ജന്നത്തുൽ ബഖീൽ തന്നെ കൊണ്ട് പോയി ഖബറടക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബഹുമാന്യനായ ബഷീർ സാഹിബ് അവിടുത്തെ നമ്മുടെ KMCCയുടെ പ്രവർത്തകരെയും അല്ലാത്തവരൊക്കെ വിളിച്ചു പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആദ്യമായി ജന്നത്തുൽ ബഖീൽ ഖബറടക്കപ്പെട്ട കൊച്ചുണ്ണി സാഹിബ് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഞാൻ പറയുകയാണെങ്കിൽ അയാൾക്ക് ദ്വാരക്കേണ്ട ആവശ്യമില്ല. കാരണം റസൂലുള്ള ശഫാഅത്തിന് നിർബന്ധമായിട്ട് പറഞ്ഞതാണ് അല്ലേ? ഹബീബ് പറഞ്ഞത് എന്റെ ശഫാഅത്ത് നിർബന്ധമാണ്. ദ്വാരക്കണ്ടെന്നുള്ള അർത്ഥത്തിൽ പറയല കേട്ടോ, പക്ഷെ അത്ര സുനിശ്ചിതമാണ്. അതുകൊണ്ട് അവിടെയൊക്കെ പോയി കിടക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ പ്രത്യേകം ദുആ ചെയ്യുക. ഞങ്ങൾക്ക് വേണ്ടി, ഈ സംഘത്തിനു വേണ്ടി പ്രത്യേകം ദ്വാരക്കുക. പ്രിയപ്പെട്ട ബഷീർ സാഹിബ് അത്ര കഷ്ടപ്പെട്ടിട്ടാണ്. ഒരുപക്ഷെ അതൊരു ബിസിനസ് അല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം. അങ്ങനൊന്നുമല്ല. അദ്ദേഹം ഓരോ യാത്രക്കാരനെയും പ്രത്യേകം നിരീക്ഷിച്ചു അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിയും ഓരോന്നിനും, ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോൾ, ഞാൻ അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ, അതായത് നാട്ടിൽ അദ്ദേഹത്തിന് നിൽക്കേണ്ടി വന്നൊരു സമയത്ത് ഞങ്ങൾ പലസ്തീനിൽ പോയി. പ്രിയപ്പെട്ട ആബി ഫൈസിയും ഞാനുമാണ് അതിന് നേതൃത്വം കൊടുത്തത് അല്ലേ? അന്ന് പക്ഷേ ഞങ്ങളെക്കാളേറെ അതിന്റെ മുഴുവൻ ഡയറക്ഷൻ തന്നത് ബഷീർ സാഹിബാണ്. എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ഞങ്ങൾ അവിടുന്ന് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് റൂം എത്ര, ഏത് റൂമിൽ ഓരോരുത്തരെ കിടത്തണം എന്ന് പോലും നിശ്ചയിച്ച് ആ യാത്രാ പ്ലാനിങ് മുഴുവനും അദ്ദേഹം ഇവിടെ നിന്ന് ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പോന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി വിശ്രമിക്കാൻ നേരം ഉണ്ടായിരുന്നു. പോരാതെ അദ്ദേഹം ആ വിശ്രാന്ത പരിശ്രമം ആ സമയത്ത് നടത്താൻ അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന ഒരു സുഹൃത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഈ പ്രസ്ഥാനവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ. പ്രത്യേകിച്ച് ഉമ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ നിങ്ങൾ തിരിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുത്തെ പ്രാർത്ഥന ഉണ്ടാകും. മഹാന്മാരായ സദാത്യങ്ങൾ, മഹാന്മാരായ ഉലമാ, ഉമറാ എല്ലാം ഒന്നിച്ചു പോകുന്ന നമ്മുടെ എല്ലാ കാലത്തെയും നന്മകൾ അല്ലാഹു എല്ലാ കാലത്തും നിലനിർത്തി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.